നിമിഷങ്ങൾക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവിൽ ആദരണീയനായ കർത്തദാസൻ പാസ്റ്റർ ബെന്നി തോമസ് അവറുകൾ ക്രിസ്ത്യൻ ഫെയ്ത്ത് അസംബ്ലി ക്രമീകരിച്ചിരിക്കുന്ന ഈ ഉപവാസ പ്രാർത്ഥനയുടെ പ്രാരംഭ സെക്ഷനിൽ നിങ്ങളോടൊപ്പം തിരുവചനം പങ്കിടാൻ എൻ്റെ ജീവിതത്തിൽ കർത്താവ് ഒരുക്കിയ ഈ നല്ല താവകാശത്തിനായി ഞാൻ കർത്താവിന് നന്ദി അർപ്പിക്കുന്നു. അപ്പോൾ തന്നെ എന്നെ ഈ മീറ്റിങ്ങിനായി ക്ഷണിച്ച കർത്താവിൻ്റെ ദാസനോടും ഈ മീറ്റിങ്ങിൽ ജോയിൻ ആയിരിക്കുന്ന എല്ലാ ബഹുമാന്യരായ ദൈവജനത്തോടും അഭിഷേക്തന്മാർ എല്ലാവരോടും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനവിനെയും അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എൻ്റെ പേര് മോനിഷ് മാത്യു എന്നാണ്. എൻ്റെ സ്വദേശം മാവേലിക്കരയിലാണ്. കർത്താവിൻ്റെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ബാംഗ്ലൂർ പട്ടണത്തിലായിരിക്കുന്നു. ഞാൻ വിവാഹിതനാണ്. കർത്താവ് എനിക്ക് 3 കുഞ്ഞുങ്ങളെ ദാനമായി തന്നു. ഈ കൂട്ടായ്മയിൽ കടന്നു വരാൻ കർത്താവ് കൃപ ചെയ്ത് ഓർത്ത് ഒരുപാട് സന്തോഷം. മറ്റ് മുഖവരകൾ പറഞ്ഞ് ദീർഘിപ്പിക്കാതെ വേഗത്തിൽ എൻ്റെ ഉള്ളത്തിൽ കർത്താവ് ഈ മീറ്റിങ്ങിനായി തന്ന ദൈവിക ആലോചന പങ്കുവെച്ച് പ്രാർത്ഥിപ്പാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. കർത്താവിൻ്റെ അഭിഷേക്തൻ പറഞ്ഞതുപോലെ പ്രിയ ലോവിൻ മേഴ്സി കുടുംബം ദൈവസഭയുടെ അനുഗ്രഹിക്കപ്പെട്ട കുടുംബങ്ങളാണ്. അവരെ ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. വേഗത്തിൽ ഇന്നത്തെ വചനധ്യാന ചിന്തയ്ക്ക് ആധാരമായി ഉൽപ്പത്തി പുസ്തകം 49 അധ്യായം അതിൻ്റെ 22 വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. ജെനസിസ് ചാപ്റ്റർ 49 വേർഡ്സ് 22. ഞാൻ വായിക്കാം, നിങ്ങൾ ശ്രദ്ധിക്കണമേ. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ജോസഫ് ഫലപ്രദമായ ഒരു വൃക്ഷം, നീരുറവിനരികെ ഫലപ്രദമായ ഒരു വൃക്ഷം തന്നെ, അതിൻ്റെ കൊമ്പുകൾ മതിലിന്മേൽ പടരുന്നു. നമുക്ക് കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, തിരുവചനവുമായി ഞങ്ങൾ അങ്ങയുടെ പാദാന്തിക അടുത്തു വരികയാണ്. ഈ വചനത്താൽ ഇന്ന് ഞങ്ങളോട് സംസാരിക്കണമേ. ഇത് അങ്ങയുടെ ജനത്തിന് ആത്മീക വർധനവിനും ആശ്വാസത്തിനും പ്രബോധനത്തിനും തർജ്ജനത്തിനും വിടുതലിനും കാരണമാക്കി തീർക്കണം. അരുതാത്തൊരു വാക്കുരിയാടാൻ അടിയനെ അനുവദിക്കരുതേ. അവിടുത്തെ രക്തത്തിലും നീതിയിലും അറിയുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ഹല്ലേലൂയ. സന്തോഷത്തോടെ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. നാം വായിച്ച വചനഭാഗം നമുക്ക് വളരെ സുപരിചിതമാണ്. പ്രത്യേകാൽ ദൈവഭക്തനായ യാക്കോബ് തൻ്റെ നിര്യാണ കാലം ആത്മാവിനാൽ തിരിച്ചറിഞ്ഞിട്ട് തൻ്റെ മക്കളെയെല്ലാം തൻ്റെ അരികെ വിളിച്ചുകൂട്ടി. നിങ്ങളെല്ലാം എൻ്റെ അരികിൽ വരുവിൻ, ഭാവി കാലത്ത് നിങ്ങൾക്ക് സംഭവിപ്പാനിരിക്കുന്നത് ഞാൻ നിങ്ങളെ അറിയിക്കാം എന്ന് താൻ ഉരച്ച്, അങ്ങനെ തൻ്റെ മക്കളെല്ലാം തൻ്റെ അരികെ വരുമ്പോൾ ഓരോരുത്തരോടായി ആത്മാവിൽ താൻ പ്രവചിക്കുകയാണ്. അത് നമുക്ക് കാണാൻ കഴിയും. 49 അധ്യായത്തിൻ്റെ 1 വാക്യം നാം വായിക്കുമ്പോൾ, അനന്തരം യാക്കോബ് തൻ്റെ പുത്രന്മാരെ വിളിച്ച് അവരോട് പറഞ്ഞത്, കൂടി വരുവിൻ, ഭാവി കാലത്ത് നിങ്ങൾക്ക് സംഭവിപ്പാനുള്ളത് ഞാൻ നിങ്ങളെ അറിയിക്കും. സ്തോത്രം. നമ്മുടെ ഭാവിയെ അറിയുന്ന ഒരു ദൈവം, നമ്മുടെ ഇന്നലെയും നമ്മുടെ ഇന്നും മാത്രമല്ല, നമ്മുടെ നാളെ അറിയുന്ന ഒരു കർത്താവിനെ ആണ് നാം സേവിക്കുന്നത്. പരിശുദ്ധാത്മാവ് നമുക്ക് ആലോചന പറഞ്ഞു തന്ന് നമ്മളെ വഴി നടത്തുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അപ്പോൾ ഈ ഭക്തനായ യാക്കോബിൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് തൻ്റെ തലമുറകൾ, തൻ്റെ പുത്രന്മാർക്ക് ഭാവിയിൽ എങ്ങനെ അവർ ആയിരിക്കും എന്ന് ആത്മാവിനാൽ ആസന്ന ഭാവിയെ നോക്കിക്കൊണ്ട് താൻ പ്രവചിക്കുകയാണ്. ഒന്നാമതായി 3 വാക്യത്തിൽ രൂബേനെ കുറിച്ച് താൻ പ്രവചിക്കുകയാണ്. താഴോട്ട് വരുമ്പോൾ 5 വാക്യം ശിമയോനെയും ലേവിയെയും കുറിച്ച് പ്രവചിക്കുകയാണ്. 8 വാക്യം യഹൂദിയെ കുറിച്ച് പ്രവചിക്കുന്നു. വീണ്ടും താഴോട്ട് വരുമ്പോൾ 13 വാക്യം സെബുലൂനെ കുറിച്ചും 14 വാക്യം ഇസഹാക്കാറിനെ കുറിച്ചും 16 വാക്യം ദാനിനെ കുറിച്ചും 19 ഗാദിനെ കുറിച്ചും 20 ആശേറിനെ കുറിച്ചും 21 നഫ്താലി, 22 നാം വായിച്ച കുറിവാക്യം ജോസഫിനെ കുറിച്ചും 27 ബെന്യാമിനെ കുറിച്ചും പ്രവചിക്കുന്ന ഒരധ്യായമാണ് 49 അധ്യായം. പരിശുദ്ധാത്മാവ് ഓരോരുത്തരോടായി ദൂതുകൾ ഇങ്ങനെ കൈമാറി വരുമ്പോൾ
ജോസഫ് 22-ാം വാക്യത്തിൽ നാം വായിച്ച വാക്യം ജോസഫിനെ കുറിച്ച് ഈ ദൈവപുരുഷൻ ആത്മാവിൽ പ്രവചിക്കുക. ജോസഫിനെ നോക്കി പറയുന്നത്, ജോസഫ് ഈസ് എ ഫ്രൂട്ട്ഫുൾ ബോ. ജോസഫ് ഫലപ്രദമായ ഒരു വൃക്ഷമെന്നാണ് പരിശുദ്ധ ആത്മാവ് തന്നെ കുറിച്ച് സാക്ഷ്യം പറയുന്നത്. പരിശുദ്ധാത്മാവ് തന്നെ ദർശിക്കുമ്പോൾ താൻ ഫ്രൂട്ട്ഫുള്ളായ ഒരു വൃക്ഷമായിട്ട് കാണുവാനിടയായി. ഇന്ന് പകലിൽ എന്നെയും നിങ്ങളെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദർശിക്കുമ്പോൾ ജോസഫിനെ കുറിച്ച് ദൈവാത്മാവ് പറഞ്ഞതുപോലെ എന്നെയും നിങ്ങളെയും കുറിച്ച് ഫലപ്രദമായ ഒരു വൃക്ഷമാണ് എന്ന് പറയുവാൻ കഴിയുമോ? നോക്ക്, ആമേൻ. ഒന്നൊന്നിനോട് സാദൃശ്യം ചൊന്നാൽ അത് ഉപമയാണ്. ഇവിടെ ജോസഫ് എന്ന മനുഷ്യനെ, ദൈവഭക്തനെ, ഒരു വൃക്ഷത്തോട് തുലനം ചെയ്ത് പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുക. നാം നമ്മുടെ ചുറ്റുപാടിൽ ഒരുപാട് വൃക്ഷങ്ങളെ കാണാറുണ്ട്. ചിലത് ഒട്ടും ഫലം കൊടുക്കാതെ വെള്ളവും വളവും എല്ലാം വലിച്ചെടുത്ത് പാഴായി ഭൂമിയിൽ നിൽക്കുന്ന ചില വൃക്ഷങ്ങളാണ്. മറ്റു ചില വൃക്ഷങ്ങൾ അല്പം ഫലം കൊടുക്കും, വേറെ ചിലത് ധാരാളം ഫലം കൊടുക്കും. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ യേശു കർത്താവ് ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ എന്നറിയപ്പെടും. അപ്പോൾ നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഹൃദയം എന്താ? നമ്മളെക്കുറിച്ചുള്ള കർത്താവിന്റെ സ്വപ്നം എന്താ? നമ്മൾ ഫലം കായ്ക്കണമെന്നാണ്. നമ്മൾ വളരെ ഫലം കായ്ക്കുന്ന ഒരു വൃക്ഷമായി തീരണം. ദൈവരാജ്യത്തിനകത്ത് അല്ലെങ്കിൽ ദൈവസഭയ്ക്കകത്ത് നാം ഫലവത്താകണമെന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. ഈ തലമുറയിൽ കർത്താവെ, എന്നെ ഫ്രൂട്ട്ഫുള്ളായ ഒരു വൃക്ഷമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട് ഈ ഉപവാസ പ്രാർത്ഥനയിൽ? ഈ തലമുറയിൽ കർത്താവെ, കേവലം ചില വളവും വെള്ളവും വലിച്ചെടുത്ത് നിൽക്കുന്ന ഒരു ഫലവുമില്ലാത്ത വൃക്ഷമായി ഇരിപ്പാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. മറിച്ച് ഈ തലമുറയുടെ ഉണർവിനായി, ഈ കാലഘട്ടത്തിന്റെ ശബ്ദമായി, അനേകരുടെ വിടുതലിനായി കർത്താവെ, അങ്ങയുടെ കരങ്ങളിൽ ഒരു ഇണങ്ങുന്ന ആയുധമായി അങ്ങനെ ഉപയോഗിക്കണമേ എന്ന് ആമേൻ പ്രാർത്ഥനയോടെ ആരോഗ്യമുണ്ട്. നോക്കിയേ, യേശു കർത്താവിന്റെ പരസ്യ ശുശ്രൂഷയുടെ കാലയളവിൽ യേശു ഒരിടത്തേക്ക് സഞ്ചരിക്കുമ്പോൾ കർത്താവിന് വിശന്നു. അപ്പോൾ ദൂരെ നിന്നൊരു അത്തിവൃക്ഷം കണ്ടു. പുറമെ നോക്കിയപ്പോൾ ഭയങ്കര പച്ചിപ്പും വലിയ ഇലയും എല്ലാം നല്ലതായിരുന്നു. എന്നാൽ അടുത്തേക്ക് ചെന്ന് ഫലം തിരഞ്ഞ് ആ വൃക്ഷത്തിന്റെ അരികിലേക്ക് ചെന്നപ്പോ ആ വൃക്ഷത്തിലെ ഇലയല്ലാതെ ഫലമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയും. സമയത്തിന്റെ പരിമിതി മൂലം ഞാൻ വാക്യം എടുത്ത് വായിക്കുന്നില്ല, പറഞ്ഞങ്ങ് പോവുക. അപ്പൊ ഈ പശ്ചാത്തലം നമുക്കറിയാം. യേശു ആ വൃക്ഷത്തിന്റെ അരികിലേക്ക് ചെല്ലുക, എന്തെങ്കിലും ഫലം കാണും എന്ന് കരുതി ചെല്ലുമ്പോൾ ഇലയല്ലാതെ ഫലമൊന്നുമില്ലായിരുന്നു. ഇന്ന് ഇതുപോലെയാണ് നമ്മുടെ പലരുടെയും അവസ്ഥകൾ. പുറമേ നോക്കിയാൽ കയ്യടിയുണ്ട്, പുറമേ നോക്കിയാൽ പച്ചിപ്പുണ്ട്, പുറമേ നോക്കിയാൽ നല്ല വെള്ള എല്ലാം ഒരു ആത്മീകന്റെ പരിവേഷങ്ങളെല്ലാം നാം ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലുണ്ട്. പക്ഷേ കർത്താവ് നമ്മുടെ പുറമേ ഉള്ള അപ്പിയറൻസിനേക്കാൾ കർത്താവ് നമ്മളുടെ ഫലം നോക്കുന്നു, നമ്മുടെ ഫലം നോക്കുന്നു. പുറമേ താണ്ടെ വൃക്ഷം നല്ല പച്ചിപ്പാണ്, വൃക്ഷത്തിന് നല്ല ഇലകളുണ്ട്. എന്നാൽ ഫലം അന്വേഷിച്ചപ്പോൾ ഒന്നും അതിനകത്ത് കാണാത്തത് കൊണ്ട് വചനം പറയുന്നു അതിനെ ശപിപ്പാൻ കാരണമായി തീർന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ചില ശാപങ്ങളുടെ കാരണം അല്ലെങ്കിൽ ചില ശാപങ്ങളുടെ പിൻപിൽ അല്ലെങ്കിൽ ചില ശാപങ്ങൾ വരാനുള്ള ഒരു കാര്യം നാം വ്യഭിചാരം ചെയ്യുന്നതും കൊല ചെയ്യുന്നതും ിക്കുന്നതും മാത്രമല്ല, ദൈവരാജ്യത്തിനകത്ത് ഫലം കൊടുക്കുന്ന ഒരു വൃക്ഷമായി തീരാൻ സ്വർഗം എന്നെയും നിങ്ങളെയും കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ ആ ഒരു പദവിയിലേക്ക് നാം കഴിയുന്നില്ലെങ്കിൽ, സ്നാനപ്പെട്ടിട്ട് വർഷമെത്രയായി, രക്ഷിക്കപ്പെട്ടിട്ട് വർഷമെത്രയായി, അഭിഷേകത്തിന്റെ വട്ടി ചരിച്ച് നിന്റെ മേൽ ആഴത്തിൽ അത് ഊറ്റിയിറക്കിയിട്ട് എത്ര നാളായി? കേവലം സഭയ്ക്കകത്ത് രണ്ട് കൈയടിച്ച് അന്യഭാഷയ്ക്കകത്ത് ഒതുക്കാനാണോ ഈ അഭിഷേകം? അവിടം കൊണ്ട് ഒതുങ്ങാനാണോ നമ്മുടെ വിളി? അല്ല അല്ല അല്ല. ഇന്നും വർഷങ്ങൾ പലതായിട്ടും നാം ഇന്നും ദൈവരാജ്യത്തിന് വേണ്ടി ഫലം കായ്പാൻ കഴിയുന്നില്ല എങ്കിൽ, ഒരാത്മാവിനോട് സുവിശേഷം പറയാൻ കഴിയുന്നില്ല, ഒരു വ്യക്തിയെ ആദായപ്പെടുത്താൻ കഴിയുന്നില്ലെങ്കിൽ, സ്വർഗം നമ്മളെ നോക്കി ഇവൻ ഫലവത്തായ വൃക്ഷമെന്ന് പറയുവാനിടയാകുമോ? സ്തോത്രം. നോക്കിയേ, ഈ തോട്ടത്തിന്റെ ഒരു ഉപമയും യേശു കർത്താവ് പറയുന്നുണ്ട്. തോട്ടത്തിൽ ഒരുപാട് വൃക്ഷമുണ്ട്. തോട്ടത്തിന്റെ ഉടമ ഫലം അന്വേഷിച്ചു വരുമ്പോൾ തോട്ടത്തിന്റെ നടുക്കൊരു വൃക്ഷം,
പ്രത്യേകിച്ച് ഒരു ഫലവും കൊടുക്കുന്നില്ല, വെള്ളവും വളവും ഒക്കെ വലിച്ചെടുത്തിങ്ങനെ നിൽക്കുക. അപ്പോൾ ഒരു ഫലവും ഇല്ലാത്തത് കൊണ്ട് ഉടമ അതിനെ വെട്ടിക്കളയാമെന്ന് ചിന്തിച്ചു. അപ്പോൾ ആ തോട്ടം നോക്കുന്ന ആള് പറയുക, അയ്യോ വെട്ടല്ലേ, ഈ ഒരു വർഷവും കൂടെ അത് നിൽക്കട്ടെ, ഞാൻ അതിൻ്റെ ചുറ്റും വെള്ളമൊഴിക്കാം, വളമിടാം എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു ആത്മീയ അർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു വർഷവും കൂടെ നിൽക്കട്ടെ, ഈ വർഷവും കൂടെ ഞാൻ ആ വൃക്ഷത്തിന്റെ അരികിലേക്ക് എൻ്റെ അഭിഷക്തന്മാരെ അയക്കാം, ദൈവദാസന്മാരെ അയക്കാം. അവർ കൂന്താലി, വചനം എന്ന കൂന്താലി വെച്ച് അവർ കിളയ്ക്കും. പരിശുദ്ധാത്മാവിന്റെ നനവും ഞാൻ അയക്കാം, ഈ വർഷമെങ്കിലും അത് ഫലം കായ്ക്കും എന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്വർഗം എന്നെയും നിങ്ങളെയും കുറിച്ചുണ്ട് എന്ന് പറഞ്ഞാൽ അതിനൊരാമേൻ പറയാൻ എത്ര പേരുണ്ട്? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്നലകളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ എത്രയോ വട്ടം എന്നെയും നിങ്ങളെയും വെട്ടിക്കളയാൻ പിശാച് അനുവാദം ചോദിച്ചിട്ടുണ്ടാകും. എന്നാൽ അരുതപ്പാ, അരുത് എന്ന് പറഞ്ഞ് ആ പത്രോസിന്റെ ജീവിതത്തിൽ യേശു പറയുന്നത് പോലെ, പതിർപ്പാറ്റുന്നത് പോലെ നിന്നെ പാറ്റാൻ എത്ര വട്ടം അനുവാദം ചോദിച്ചു. പക്ഷെ ഞാൻ സമ്മതിച്ചില്ല. എത്ര പ്രാവശ്യം വെട്ടാൻ ഒരു പക്ഷെ പിശാച് അനുവാദം ചോദിച്ചു. കൊറോണ നമുക്ക് വരാഞ്ഞിട്ടല്ല, നമ്മുടെ കഴിവും നമ്മൾ ധരിച്ച മാസ്കും സാനിറ്റൈസറിന്റെയും ഗുണമൊന്നുമല്ല. നമ്മളിലും ശ്രേഷ്ഠർ, നമ്മളിലും ശക്തർ മാറ്റപ്പെട്ടപ്പോൾ അയ്യോ വെട്ടല്ലേ എന്ന് പറഞ്ഞ് ഈ ധരയിൽ എന്നെയും നിങ്ങളെ നിർത്തിയത് വേറെ ഒന്നിനുമല്ല, ഒരു വർഷവും കൂടെ നിൽക്കട്ടെ, അവൻ ഫലം കായ്ക്കും. ഒരു വർഷവും കൂടെ അവൾ നിൽക്കട്ടെ, അവൾ ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടും. പലപ്പോഴും നമ്മൾ എക്സ്ക്യൂസാ പറയുന്നത്, എൻ്റെ വീട് പണി കഴിയട്ടെ, എൻ്റെ മകളുടെ കല്യാണം കഴിയട്ടെ, എൻ്റെ കടം തീരട്ടെ, ഞാനൊന്ന് സെറ്റിലാകട്ടെ, എന്നിട്ട് വരാമെന്ന് പറഞ്ഞു പോയിട്ട് നാളുകളെപ്രായി. എത്രയോ പ്രാവശ്യം വെട്ടിക്കളയാൻ അനുവാദം ചോദിച്ചിട്ടും ഈ 2025 3-ാം മാസത്തിലും എന്നെയും നിങ്ങളെയും ജീവനോടെ നിർത്തിയിരിക്കുമ്പോൾ ഈ ഉപവാസ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ശുദ്ധ മനസാക്ഷിയെ തൊട്ടുണർത്തി വിളിച്ചു പറയുന്നു, സഹോദര സഹോദരി, പൈതലേ, നീ ഫലം കായ്ക്കുന്നത് കാണാൻ ഒരു സ്വർഗം ആഗ്രഹിക്കുന്നുണ്ട്. അത് മനസ്സിലാകുന്നവർ കരങ്ങൾ ഉയർത്തി, അപ്പാ എന്നെ ഉപയോഗിക്കണേ അപ്പാ അങ്ങേക്ക് വേണ്ടി ഫലം കായ്ക്കാൻ കാട്ടൊലിവായിരുന്ന എന്നെ അവിടെ നിന്ന് ഒടിച്ചെടുത്ത് നല്ല വൃക്ഷമായ ഒലിവ് വൃക്ഷത്തിൽ നല്ല വൃക്ഷത്തിൽ ഒട്ടിച്ചു ചേർത്തത് ഞാൻ ഫലം കായ്ക്കാനാണ്. നമ്മൾ കാട്ടൊലിവായിരുന്നു, അവിടെ നിന്ന് നമ്മളെ ഓടിച്ചെടുത്തത് നല്ല ഫലം കായ്ക്കാനാണ്. അതിനുവേണ്ടി കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഉപവാസ പ്രാർത്ഥന അതിന് ഉതകുമാറാകട്ടെ. കർത്താവെ, ഇനി എത്ര നാളുകളാണ് എനിക്കുള്ളത് എന്നെനിക്ക് അറിയത്തില്ല. എന്നാൽ ലോകം കാലം സമയങ്ങൾ കർത്താവിൻ്റെ വരവിനെ വിളിച്ചറിയിക്കുമ്പോൾ ഇനിയുള്ള സമയങ്ങൾ അങ്ങേക്ക് വേണ്ടി ഒന്ന് ഫലം കായ്ക്കാൻ എൻ്റെ കർത്താവെ എന്നെ ഉപയോഗിക്കണേ, എന്നെ ഉണർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? അതരങ്ങളൊന്ന് തുറന്ന് ആയിരിക്കുന്ന ഇടങ്ങളിൽ ഒരു മെസ്സേജ് കേൾക്കാൻ വേണ്ടി നിങ്ങൾ ഇരിക്കരുത്. ഒരു മെസ്സേജ് കേൾക്കുന്നതിനേക്കാൾ അപ്പുറത്ത് ഈ വചനം നിങ്ങളെ ഇന്ന് തൊടണം. ഈ വചനം നിങ്ങളുടെ ശരീരത്തിന്റെ അസ്ഥികളിലേക്ക്, സെല്ലുകളിലേക്ക്, നാഡി ഞരമ്പുകൾ, ടിഷ്യൂകളിലേക്ക്, നിങ്ങളുടെ ഹോർമോൺസിനകത്തേക്ക് ഇറങ്ങട്ടെ. ലാബ്ര, ബെൽബറ, കത്തര, കടമനകട്ടി, അന്തൽക്കനകടകരകനകടകരഗതിയാല് അൽബറ സൈതനകടകരഗതി, രക്തസ്രവമുള്ള സ്ത്രീ യേശുവിനെ തൊടാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ വസ്ത്രത്തിൽ തൊടാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ യേശു വചനമാണ്. വചനം ജഡമായി വന്നതാ യേശു. ഇന്ന് യേശു ജഡരൂപത്തിൽ നമ്മുടെ കൂടെ ഇല്ല, പക്ഷെ വചനം നമ്മുടെ അരികിലുണ്ട്, നിന്റെ സമീപത്തുണ്ട്. ആ വചനത്തെ നീ കയറി പിടിച്ചോ, ആ വചനത്തെ നീ തൊടാൻ തയ്യാറായിക്കോ. ആ വചനത്തിൽ നിന്ന് ശക്തി പുറപ്പെടും. ആ വചനത്തിൽ നിന്ന് ശക്തി പുറപ്പെടും. ആ വചനത്തിന്റെ ശക്തി മാൻപേടകളെ പ്രസവിപ്പിക്കുമാറാക്കുന്നതാ. ആ വചനത്തിന്റെ ശക്തി കാദേശ് മരുവിനെ നടുക്കുന്നതാ. ആ വചനത്തിന്റെ ശക്തി പാറയെ പകർക്കുന്നതാ. ആ വചനം അതിന്റെ പ്രവൃത്തി ചെയ്യാതെ മടങ്ങി വരത്തില്ല. ഇന്ന് വചനത്തെ കയറി തൊടാൻ തയ്യാറാകട്ടെ. അപ്പാ, എനിക്ക് ഫലം കായ്ക്കണം, ഈ തലമുറയിൽ എനിക്ക് ഫലം കായ്ക്കണം. അതാഗ്രഹിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഫലപ്രദമായ ഒരു വൃക്ഷമായി ദേശത്ത് നിങ്ങളെ എഴുന്നേൽപ്പിക്കാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നതായി ദൈവാത്മാവ് ഇടപെടുന്നു. ഫലപ്രദമായ ഒരു വൃക്ഷം, ചില്ലകൾ നിറഞ്ഞിരിക്കുന്ന വൃക്ഷം. ആ വൃക്ഷത്തിന്റെ തണല് തേടി അനേകർ വരും. തളർന്ന അനേകർക്കൊരു തണലായി ഈ സഭ മാറുമെന്ന് ദൈവാത്മാവ് ഇടപെടുന്നു. ഈ വൃക്ഷത്തിന്റെ ചില്ലകളിലേക്ക്
വിവിധ പക്ഷികൾ, ഒരു നിറമല്ല, ഒരു ശബ്ദവുമല്ല, വിവിധ ശബ്ദം പുറപ്പെടുവിക്കുന്ന പക്ഷികൾ എന്ന് പറഞ്ഞാൽ വിവിധ ലാംഗ്വേജുകൾ അൽബോറ, സിക്കുരി, മൽബറിയ, ഹത്തനിയ, അടകൽക്കന, പല നിറമുള്ള ഒരു നിറമല്ല, മലയാളികൾ മാത്രമല്ല, പല നിറക്കാർ, പല ഭാഷക്കാർ വന്ന് കയറുന്ന ഒരു വൃക്ഷമായി വൃക്ഷത്തെ ദൈവാത്മാവ് മാറ്റും. അങ്ങനെ പദ്ധതിയെന്ന് ദൈവാത്മാവ് ഇടപെടുന്നു. കർത്താവേ നന്ദി. ശഖേനം ധാരജന ദഗൽക്കനകടകരഗതിയാൽ, യേശുവിന്റെ നാമത്തിൽ. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിൽ യാക്കോബ് ജോസഫിനെ നോക്കി പറയുക, ജോസഫ് ഈസ് എ ഫ്രൂട്ട്ഫുൾ ബോ, അവൻ ഫലപ്രദമായ വൃക്ഷമാണ്. അടുത്തത് പറയുകയാണ്, നീരുറവിനരികെ ഫലപ്രദമായ വൃക്ഷം തന്നെ. ഹീസ് എ ഫ്രൂട്ട്ഫുൾ ബോ ബൈ എ വെൽ ആൻഡ് ഹിസ് ബ്രാഞ്ചസ് റൺ ഓവർ ദ ബൗണ്ടറീസ്. അവിടെ എഴുതിയിരിക്കുന്നത്, നീരുറവിനരികെ അവൻ ഫലപ്രദമായ വൃക്ഷം, അവന്റെ കൊമ്പുകൾ മതിലുകളുടെ മീതെ പടരുന്നു. അവന്റെ കൊമ്പുകൾ മതിലുകളുടെ മീതെ പടരുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ശ്രദ്ധിച്ചേ, ജോസഫ് ഫലപ്രദമാകാനുള്ള ഒരു റീസൺ ആണ് അവിടെ പറയുന്നത്. ഇന്ന് ഈ തലമുറയിൽ നാം ഫ്രൂട്ട്ഫുൾ ആകാൻ നമുക്ക് ഇനി ഒരു സ്കോളർ, ഇനി ഒരു ഡിഗ്രി വേണമെന്നോ, കുറച്ചും കൂടെ നമ്മൾ പണം നേടണം എന്നുള്ളതോ അല്ല വചനത്തിൽ നിന്ന് നമുക്ക് പഠിപ്പാൻ ഇടയാകുന്നത്. ഫലവത്താകാൻ ഇൻ യുവർ ലൈഫ്, നിങ്ങളുടെ ജീവിതത്തിന്റെ ഏത് ആസ്പെക്ട്സ് ആണേലും, ഏത് മേഖലയിലാണേലും നിങ്ങൾക്ക് ഫലവത്താകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾ ഒരു ഫ്രൂട്ട്ഫുൾ ആകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതിൻ്റെ റീസൺ, അല്ലെങ്കിൽ അതിന് വേണ്ട കാര്യം ഇവിടെ ദൈവാത്മാവ് എഴുതിയിരിക്കുകയാണ്. ജോസഫ് ഫലപ്രദമായ വൃക്ഷമായത് അവന്റെ അപ്പൻ ശുപാർശ ചെയ്തതുകൊണ്ടല്ല, അവന്റെ അമ്മ അവന് വേണ്ടി നിന്നതുകൊണ്ടല്ല, അവന്റെ അച്ചാച്ചന്മാർ അവനെ എവിടെയെങ്കിലും തള്ളിക്കയറ്റിയതല്ല. അവൻ ഫ്രൂട്ട്ഫുൾ ആകാൻ അവന്റെ സർട്ടിഫിക്കറ്റ് അല്ല കാരണം. ജോസഫ് ഫലപ്രദമാകാനുള്ള കാരണം പറയുകയാണ്, നീരുറവിനരികെ അവനെ നട്ടിരിക്കുന്നു. എന്താണ് ഈ നീരുറവ്? ഈ നീരുറവ് വചനത്തിൽ നാം പഠിക്കുമ്പോൾ ഇത് ദൈവ സാന്നിധ്യത്തെ കാണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദ പ്രസൻസ് ഓഫ് ഗാഡ്, ദൈവ സാന്നിധ്യത്തെ കാണിക്കുന്നു. പരിശുദ്ധ ആത്മാവിനെ തിരുവചനത്തിൽ ഒഴുകുന്ന വെള്ളത്തോടും കാറ്റിനോടും അഗ്നിയോടും എണ്ണയോടും പ്രാവിനോടുമൊക്കെ സാദൃശ്യപ്പെടുത്തി പഠിപ്പിച്ചിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് എണ്ണയാണെന്നോ പ്രാവാണെന്നോ അല്ല, എന്നാൽ മനുഷ്യരാകുന്ന നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലാകേണ്ടതിന് ഒന്നൊന്നിനോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പൊ പരിശുദ്ധാത്മാവിനെ ഒഴുകുന്ന ജലത്തോട്, നീരുറവിനോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ജോസഫ് ഫലപ്രദമാകാനുള്ള കാരണം എന്താ? അവനെ നീരുറവിനരികെ നട്ടിരിക്കുന്നതാ, അല്ലെങ്കിൽ അവൻ സാന്നിധ്യത്തോട് ചേർന്ന് നിൽക്കുന്നതാ. ഈ പകലിൽ സാന്നിധ്യത്തോട് ചേർന്ന് നിൽക്കാൻ നീ തയ്യാറാണോ? നീ ഈ തലമുറയുടെ ശബ്ദമാകും. ഈ തലമുറയുടെ നാവായി ദൈവം നിന്നെ ഉപയോഗിക്കും. അൽബന സൈതകൽ കനകടക, ഞാൻ ഇത് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ യെശയ്യാവിന്റെ നാവിനെ ദൈവത്തിന്റെ ദൂതൻ കൊടിൽ കൊണ്ട് ഒരു കനലെടുത്തു കൊണ്ടുവന്ന് തൊട്ടതുപോലെ ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് ചിലരുടെ നാവിനെ തൊടുന്നതായി ദൈവാത്മാവ് എനിക്ക് ബോധ്യം തരുന്നു. ചിലരുടെ നാവിൽ പുതിയ വേടുകൾ, പുതിയ ഭാഷകൾ, പുതിയ നിയോഗങ്ങൾ, പുതിയ അന്യഭാഷകൾ, പുതിയ പ്രവചനത്തിന്റെ ആഴങ്ങൾ, ലേബാറ കസാന കത്തര അണ പൊട്ടി ഒഴുകുന്നത് പോലെ ചിലരുടെ അധരങ്ങളിൽ നിന്നും ദൈവ ശബ്ദം, ദൈവശക്തി ആഴത്തിൽ പുറത്തേക്ക് വരിക. അധികാരം ജഗൽക്കനകടകരകനകടകരകരകരകതിയാൽ ജോസഫ് ഫലപ്രദമാകാനുള്ള കാരണം നീരുറവിനരികെ അവനെ നട്ടിരിക്കുന്നതാണ്. ദൈവ സാന്നിധ്യത്തോട് ചേർന്ന് ഈ തലമുറയിൽ നാം നിൽക്കാൻ തയ്യാറായാൽ ഈ തലമുറയിൽ നമ്മളെ ദൈവം വ്യത്യസ്തരായി ഉപയോഗിപ്പാനിടയായി തീരും. കർത്താവിന് അവന്റെ കരങ്ങളിൽ ഉപയോഗിക്കാൻ സ്കോളേഴ്സുകളെ അല്ല ആവശ്യം. കർത്താവിന് അവന്റെ കരങ്ങളിൽ ഉപയോഗിപ്പാൻ വലിയ കുടുംബ പാരമ്പര്യമുള്ളവരെ അല്ല ആവശ്യം. ദൈവം ചോദിക്കുന്നു, വചനം ചോദിക്കുന്നു, ഈ ലോകത്തിന്റെ ജ്ഞാനി എവിടെ? ഈ ലോകത്തിന്റെ താർക്കികൻ എവിടെ? ഈ ലോകത്തിന്റെ ജ്ഞാനത്തെ എന്റെ ദൈവം പോഷത്വമാക്കിയില്ലേ? ലോകത്തിൽ ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ പോഷത്വമായതിനെ തെരഞ്ഞെടുത്തവൻ, ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ബലഹീനമായതിനെ തെരഞ്ഞെടുത്തവൻ, ഉള്ളതിനെ ഏതുമില്ലാത്ത നിർകൃഷ്ടമായതിനെ തെരഞ്ഞെടുത്തവൻ. ഇന്ന് പകലിലും സഹോദര സഹോദരി, ഉരിയാട കഴുതയെ കൊണ്ട് സംസാരിപ്പാൻ എന്റെ ദൈവത്തിന് കഴിയുമെങ്കിൽ, സാന്നിധ്യത്തോട് ചേർന്ന് നിൽക്കാൻ നീ തയ്യാറായാൽ നിന്നെ ഉപയോഗിപ്പാൻ എന്റെ ദൈവത്തിന് കഴിയും.
ആമേൻ ആമേൻ. ഷൈനി റെജി എന്ന ഡിവൈസിനോട് ദൈവാത്മാവ് പറയുന്നു, ഒരു കാന്തം, ഒരു മാഗ്നറ്റ് പോലെ ആമേൻ നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ നിങ്ങളിലൂടെ ആമേൻ ആമേൻ കാന്തം ഇരുമ്പിനെ ആകർഷിക്കുന്നത് പോലെ ചിലതിനെ കർത്താവിൻ്റെ പാദത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ, അടുപ്പിപ്പാൻ ഒരു മുഖാന്തരമായി നിങ്ങളെ ഉപയോഗിക്കുമെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ശകനഘടക നിങ്ങളിലൂടെ ചില ഹോസ്പിറ്റലുകൾ പോലെ, ഏതോ ചില ഇൻസ്റ്റിറ്റ്യൂഷനുകൾ പോലെയൊക്കെ കത്താൻ പോവാ. ആമേൻ ചിലർ കർത്താവിനെ അറിയുന്ന നിലവാരത്തിൽ നിങ്ങളിലൂടെ ചില ദൈവ മഹത്വം വ്യാപരിക്കുമെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. സാന്നിധ്യത്തോട് ചേർന്ന് നിൽക്കാൻ നാം തയ്യാറായാൽ, സാന്നിധ്യത്തോട് ചേർന്ന് നിൽക്കാൻ നാം തയ്യാറായാൽ, സാന്നിധ്യം നമ്മളുടെ നിലവാരത്തെ മാറ്റും. സാന്നിധ്യം നമ്മളുടെ ഡെസ്റ്റിനേഷനെ മാറ്റും, ഡെസിഗ്നേഷനെ മാറ്റും. അത് വിശ്വസിക്കുന്നവർ ദൈവത്തെ ഒന്ന് സ്തുതിക്കണം. ആമേൻ, സ്തോത്രം. സാന്നിധ്യത്തോട് ചേർന്ന് നിൽക്കാൻ തയ്യാറായതാണ് ജോസഫിന്റെ ലൈഫ് മാറിയത്, ജോസഫിന്റെ ജീവിതം മാറിയത്. അവന്റെ പണമോ ആരെങ്കിലും അവനെ ശുപാർശ ചെയ്യാനുണ്ടായിട്ടല്ല. അവൻ മരിച്ചുപോയി, ഒരു കാട്ടുമൃഗം അവനെ കടിച്ചു കീറിയെന്ന് അപ്പൻ ചിന്തിച്ചു. അപ്പൻ ഇപ്പോൾ അവന് വേണ്ടി പ്രാർത്ഥിക്കാനുണ്ടോ? അവന്റെ സഹോദരങ്ങൾ ആരെങ്കിലും അവനെ ശുപാർശ ചെയ്യാനുണ്ടായിരുന്നോ? ഇല്ല. എന്നാൽ സാന്നിധ്യത്തോട് ചേർന്ന് നിൽക്കാൻ ജോസഫ് തയ്യാറായപ്പോൾ ദൈവം ആ സാന്നിധ്യം അവനെ ഉയർത്തുവാനിടയായി തീർന്നു. ഈ കാലഘട്ടത്തിലും ഒരു കൂട്ടം സാന്നിധ്യത്തെ മറന്ന്, ദൈവകൃപയെ മറന്ന്, ദൈവത്തിൻ്റെ കൃപകളെ നാനാമോഹങ്ങൾക്ക് ഹേതുവാക്കി തങ്ങളെ രക്ഷിച്ച ദൈവത്തിൻ്റെ നിയമരക്തം മലിനമെന്ന് പറഞ്ഞ് ദൈവത്തോടുള്ള ഭക്തിയെ വെറും ആദായ സൂത്രമാക്കിക്കൊണ്ട് ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തിയെ കെടുത്തിക്കളയുമ്പോൾ അതിൻ്റെ നടുവിൽ സാന്നിധ്യത്തോട് ചേർന്ന് നിൽക്കാൻ ആര് തയ്യാറാണ്? അവനെ പെരയുന്ന സ്വർഗമുണ്ട്, അവനെ തെരയുന്ന പരിശുദ്ധാത്മാവുണ്ട്. യേശുവിന്റെ നാമത്തിൽ വചനം പറയുന്നു, യഹോവയുടെ കണ്ണ് ഭൂമിയിൽ എല്ലായിടവും ഊടാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. തങ്കൽ ഏകാഗ്ര ചിത്തന്മാരായിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞാൽ കർത്താവിൽ രസിക്കുന്ന, സാന്നിധ്യത്തിൽ രസിക്കുന്ന, ആ ദൈവിക ഇന്റിമസിയെ വലിയ മുതൽക്കൂട്ടായി കാണുന്ന, മറ്റുള്ളവരുടെ നോട്ടത്തിൽ പൊട്ടനെന്ന് വിളിക്കും, മണ്ടനെന്ന് വിളിക്കും. സാരയില്ല കേട്ടോ. എപ്പോഴും സാന്നിധ്യത്തോട് ചേർന്ന് നിൽക്കാൻ, ആലയത്തോട് ചേർന്നിരിക്കാൻ, പെട്ടകത്തോട് ചേർന്ന് നിൽക്കാൻ തയ്യാറായാൽ ദൈവം ആ വ്യക്തിയെ ഉപയോഗിപ്പാൻ എൻ്റെ ദൈവത്തിന് കഴിയും. നോക്കിയേ, സ്തോത്രം. നോഹയുടെ ആ കാലഘട്ടത്തിൽ ജനം, ഭൂമി വഷളത്തം നിറഞ്ഞെന്ന, എല്ലായിടത്തും മ്ലേച്ഛതകൾ പെരുകി. പക്ഷെ നോഹയ്ക്ക് പാപം ചെയ്യാൻ തോന്നുന്നില്ല. നോഹയുടെ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്നവർ പാപത്തിൽ കുളിക്കുക, പക്ഷെ നോഹയ്ക്ക് പാപം ചെയ്യാൻ തോന്നുന്നില്ല. നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചെന്ന്, അല്ലെങ്കിൽ ദൈവത്തിനോടൊപ്പം നിൽക്കാൻ അവൻ തയ്യാറായതുകൊണ്ട് ഒരു തലമുറയെ വരാനിരിക്കുന്ന ന്യായവിധിക്കകത്തു നിന്നും ഒരു തലമുറയെ രക്ഷയുടെ പെട്ടകം പണിത് ആ പെട്ടകത്തിനകത്ത് കയറ്റാൻ ദൈവത്തിന്റെ കൃപ അവന്റെ മേൽ വന്നതുപോലെ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ പൈതലേ, നീ സാന്നിധ്യത്തോട് ചേർന്ന് നിൽക്കാൻ തയ്യാറായാൽ ന്യായവിധിക്കകത്ത് ഉൾപ്പെട്ടിരിക്കുന്ന ചിലരെ അതിനകത്ത് നിന്നും വിടുവിച്ച് രക്ഷയുടെ പെട്ടകത്തിനകത്ത് കയറ്റാൻ നോഹയ്ക്ക് കൃപ ലഭിച്ചതുപോലെ നിന്റെ മേൽ ഒരു കൃപ പരിശുദ്ധാത്മാവ് തരുവാനിടയായി തീരും. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. നോക്കിയേ, സ്തോത്രം. ഏലി പുരോഹിതന്റെ മക്കൾ, അടുത്ത പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടത് അവരല്ലേ? ഏലി പുരോഹിതന്റെ മക്കൾ. ഈ ഏലി പുരോഹിതന്റെ മക്കൾ ദൈവകൃപയെ നാനാവൃതമാക്കി. അവര് ദൈവഭക്തിയെ ആദായ സൂത്രമാക്കിക്കൊണ്ട് ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തിയെ കെടുക്കുക. അടുത്ത കുപ്പായമിട്ട് അടുത്ത പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടവർ ആ സാന്നിധ്യത്തിൽ നിന്നും അകന്നപ്പോ നോക്കിയേ, സാന്നിധ്യത്തോട് ചേർന്നിരിക്കാൻ, പെട്ടകത്തോട് ചേർന്നിരിക്കാൻ ഒരു ശമൂവേൽ കയറി വരികയാണ്. നോക്ക്, അടുത്ത പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടവർ ആ നിയോഗത്തിനകത്ത് നിന്നും മാറിപ്പോയപ്പോൾ സ്തോത്രം, പുറമ്പോക്കിൽ കടന്ന ആരെയോ ദൈവം ആ നിയോഗം ഏൽപ്പിച്ച് പ്രവചന ശുശ്രൂഷ ഏൽപ്പിച്ച് ദാൻ മുതൽ ബർശേബ വരെ ദൈവത്തിന്റെ വിശ്വസ്ത പ്രവാചകൻ എന്നുള്ള ലേബലിൽ ഒരുത്തനെ പൊക്കുകയാ. ഈ പകലിലും ദൈവാത്മാവ് പറയുന്നു, സാന്നിധ്യത്തോട് ചേർന്നിരിക്കാൻ, പെട്ടകത്തോട് ചേർന്നിരിക്കാൻ പൈതലേ, നീ തയ്യാറായാൽ നിന്നെ എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. നോക്ക്, ഇന്നത്തെ ഈ പെന്തക്കോസ്ത് സമൂഹം, ഇന്നത്തെ കാലയളവെന്നൊക്കെ പറഞ്ഞാൽ
സാന്നിധ്യം ഒന്നും ആർക്കും വേണ്ട. സാന്നിധ്യം പോയാൽ ഇപ്പൊ എന്തുവാ? സാന്നിധ്യം പണമല്ല അല്ലേ? പണം എന്ന് പറഞ്ഞിപ്പോ ഓടുക. സാന്നിധ്യത്തിനൊന്നും വലിയ വില കൊടുക്കാൻ ആൾക്കാരില്ലെന്ന്, അതിനൊന്നും വലിയ മുൻതൂക്കം ഇപ്പൊ കൊടുക്കുന്ന ആമേൻ സ്വത്രം ആമേ വ്യക്തി ജീവിതങ്ങളില്ല, നേതൃത്വങ്ങളില്ല. ആമേൻ ആമേൻ ആമേ അഭിഷക്തന്മാരും കുറവാ. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം, 51-ാം സങ്കീർത്തനത്തിൽ ദാവീദിന്റെ ജീവിതത്തിൽ ഒരു തെറ്റുപറ്റി. നാഥാൻ പ്രവാചകൻ മുഖാന്തരം തെറ്റ് വെളിപ്പെടുത്തിയപ്പോൾ ദാവീദ് ചെയ്ത ഈ കുറ്റം അറിയാവുന്ന വേറെ ആരുമില്ല, ഈ പ്രവാചകൻ മാത്രമേ ഉള്ളൂ. ഈ രാജാവിന്റെ അധികാരം ഉപയോഗിച്ച് വേണമെങ്കിൽ ഇപ്പോൾ പ്രവാചകനെ അങ്ങ് ഒതുക്കിക്കളയാം. അങ്ങനാണ് ഇപ്പോൾ നടക്കുന്നത് പലയിടങ്ങളിലും. തെറ്റ് വെളിപ്പെടുത്തിയാൽ വെളിപ്പെടുത്തുന്നവനെ ഒതുക്കുന്ന ആമേൻ നിലവാരങ്ങളാണ് ഇപ്പോ. എന്നാൽ ദാവീദ് അത് ചെയ്തില്ല. തെറ്റ് വെളിപ്പെടുത്തിയ ആമേ ദൈവദാസനെ അല്ലെങ്കിൽ പ്രവാചകനെ ഒതുക്കാൻ ദാവീദ് പോയില്ല. താൻ ആ തെറ്റിന്റെ മുൻപിൽ ദൈവസന്നിധിയിൽ മുഴങ്കാല് മടക്കാനിടയായി. ആമേൻ സഹോദരാ, ദൈവത്തിന്റെ സാന്നിധ്യത്തെ വിട്ട് ഇന്നലകളിൽ നാം എവിടെയെങ്കിലും ഓടാൻ തയ്യാറായെങ്കിൽ, ഇവിടെ ഇന്നലകളിൽ ദൈവ സാന്നിധ്യത്തെക്കാൾ അപ്പുറത്ത് നമ്മൾ വേറെ ഏതിനെങ്കിലും പ്രാധാന്യം കൊടുത്തെങ്കിൽ, ഇന്ന് പരിശുദ്ധാത്മാവ് അത് നിങ്ങളോട് ഇടപെടുന്നെങ്കിൽ, ഇന്ന് അതിൻ്റെ മുൻപിൽ ഒന്ന് മുട്ടുമടക്കാൻ, ആ വചനത്തെ ഒന്ന് കയറിപ്പിടിക്കാൻ, അപ്പാ എനിക്ക് സാന്നിധ്യം വലുതാണ്, എനിക്ക് ആ സാന്നിധ്യം വേണമപ്പാ, പ്രസൻസ് വേണം എന്ന് പറയാൻ ആരുണ്ട്? അവരുടെ മേലാണ് ദൈവത്തിന്റെ കടാക്ഷം എഴുന്നള്ളി വരുന്നത്. ഹല്ലേലൂയ. അപ്പൊ നോക്കിയ ഈ ദാവീദ് പ്രവചിച്ച പ്രവാചകനെ തകർക്കാൻ പോയില്ല, ഒതുക്കാൻ പോയില്ല. ദാവീദ് നിലമ്പാട് വീണിട്ട് ഒരു കാര്യം ദൈവത്തോട് പറയുകയാ, ദൈവമേ, നീ എനിക്ക് കൊട്ടാരം തന്നു, കസേര തന്നു, കിരീടം തന്നു, രാജദണ്ഡ് രാജചെങ്കോല് തന്നു. ദാവീദ് പറയുക, ദാണ്ട കിടക്കുന്നു കസേര, ഈ കസേര ആർക്കാ വേണം? ഈ കസേരയൊന്നും എനിക്ക് വലുതല്ല, കസേര വേണമെങ്കിൽ നീ എടുത്തോ. ദാവീദ് പറയുക, കൊട്ടാരം വേണേലും എടുത്തോ, കസേരയോ അല്ലെങ്കിൽ രാജദണ്ഡോ അത് വേണേലും നീ എടുത്തോ. പക്ഷെ ദാവീദ് പറയുക, ഒറ്റ കാര്യം, നിന്റെ പരിശുദ്ധാത്മാവിനെ, നിന്റെ സാന്നിധ്യത്തെ മാത്രം എന്നിൽ നിന്നും എടുത്തു കളയരുതേ, നിന്റെ സാന്നിധ്യം മാത്രം എന്നിൽ നിന്നും എടുത്തു കളയരുതേ. ഇന്ന് കസേര ഞാൻ എൻ്റെ സാന്നിധ്യം പോയാലും വേണ്ടിയില്ല, ഞാൻ എൻ്റെ കസേര വിടത്തില്ലെന്ന് പറഞ്ഞ് അനേകർ ഇരിക്കുമ്പോൾ, ഇന്ന് പകൽ ആര് പറയും, എൻ്റെ കസേരയല്ല എനിക്ക് വലുത്? ഒന്നുമില്ലാതെ കാട്ടിൽ ആടിൻ്റെ കൂടെ കടന്ന്, ആട്ടിമൂത്രവും ആട്ടുകാട്ടത്തിൻ്റെയും കൂടെ കടന്ന് എന്നെ ഈ നാട്ടിലെ രാജാവാക്കിയത് സാന്നിധ്യമാണെന്ന്, ഈ നാട്ടിലെ രാജാവാക്കി എന്നെ കൊണ്ടുവന്നത് അഭിഷേകം, സാന്നിധ്യമാ. ഈ സാന്നിധ്യമാ എനിക്ക് വലുത്. സാന്നിധ്യത്തിനോട് കോംപ്രമൈസ് ചെയ്യുന്ന ഒന്നും എന്റെ ജീവിതത്തിൽ വേണ്ട. നിന്റെ സാന്നിധ്യത്തെ എന്നിൽ നിന്നും എടുക്കരുതേ എന്ന് പറയാൻ ഈ പകൽ എത്ര പേരുണ്ട്? അപ്പാ, നിന്റെ സാന്നിധ്യമാണ് എനിക്ക് വലുത്. എന്റെ കസേര പോയാലും വേറെ എന്തു പോയാലും സാന്നിധ്യം എന്നിൽ നിന്ന് എടുക്കരുത് എന്ന് പറയാൻ എത്ര പേരുണ്ട്? പ്രിയപ്പെട്ടവരെ, ദൈവവചനം നാം പഠിക്കുമ്പോൾ ദൈവ സാന്നിധ്യത്തോട് ചേർന്ന് നിൽക്കാൻ ആരൊക്കെ തയ്യാറായിട്ടുണ്ടോ അവരെയൊക്കെ ദൈവം ഉയർത്തിയിട്ടുണ്ട്, അവരെയൊക്കെ ദൈവം മാനിച്ചിട്ടുണ്ട്, അവരെയൊക്കെ ദൈവം ഫ്രൂട്ട്ഫുൾ ആക്കിയിട്ടുണ്ട്. ഇന്ന് ഈ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവാത്മാവ് നിങ്ങളോട് പറയുന്നു, സാന്നിധ്യത്തോട് ചേർന്ന് നിന്നു. സാന്നിധ്യത്തോട് ചേർന്ന് നിൽക്കുന്നവൻ ഫ്രൂട്ട്ഫുൾ ആകുമെങ്കിൽ അതിൻ്റെ ഒരു മറുവശം, സാന്നിധ്യത്തിൽ നിന്ന് എന്നെയും നിങ്ങളെയും അകറ്റുന്ന സകലത്തോടും ബൈ പറയാൻ തയ്യാറാകണം. അത് ഫ്രണ്ട്ഷിപ്പ് ആകാം, അത് പണമാകാം, അത് വേദികളായിരിക്കും. ചിലപ്പോ ദൈവഹിതമല്ലാത്ത യാത്ര വേണ്ട, ദൈവഹിതമല്ലാത്ത വസ്ത്രം വേണ്ട, ദൈവഹിതമല്ലാത്ത പണം വേണ്ട, ദൈവഹിതമല്ലാത്ത ബന്ധങ്ങൾ വേണ്ട എന്ന് പറയാൻ തയ്യാറാകുമോ? എനിക്ക് സാന്നിധ്യമാ വലുത്. സാന്നിധ്യത്തെ വിട്ട് ആമേൻ ചലിക്കത്തില്ലെന്നും, സാന്നിധ്യത്തിൽ നിന്നും നമ്മളെ അകറ്റിക്കളയുന്ന സകലത്തിനോടും ഒന്ന് ബൈ പറഞ്ഞേ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് അങ്ങനെ ഒന്ന് എന്നെ ലീഡ് ചെയ്യുന്നു. നമ്മൾ എത്ര ഉപവാസം ഇരുന്നു? നമ്മൾ 7 ഇരുന്നിട്ടില്ലേ? 3 ഇരുന്നില്ലേ? 21 ഇരുന്നില്ലേ? എത്ര അഭിഷക്തമാർ വന്ന് നമ്മുടെ തലയിൽ കൈവച്ചു? എത്ര ദൂതുകൾ നാം കേട്ടു? എത്ര പ്രാവശ്യം അഭിഷേകത്തിന്റെ ആഴത്തിലുള്ള പകർച്ച നമ്മുടെ മേലുണ്ടായി? നമ്മൾ പ്രാപിച്ചത് എവിടെ? ഞാൻ ചോദിക്കുന്നു, നമ്മൾ പ്രാപിച്ചത് എവിടെ? നമ്മൾ പ്രാപിക്കുന്നു, പക്ഷെ ഒരു സൈഡിൽ കൂടെ അങ്ങ് പൊക്കോണ്ടിരിക്കുക. അതായത് പാത്രത്തിലോട്ട് വെള്ളം വീഴുന്നു, പക്ഷെ പാത്രം നിറഞ്ഞ് കവിയുന്നില്ല. ദാവീദ് പറയുന്നു, എൻ്റെ പാനപാത്രം നിറഞ്ഞ് കവിയും. ഒരു സൈഡിലോട്ട് അഭിഷേകം വീഴുന്നുണ്ട് പാത്രത്തിൽ, പക്ഷെ പാത്രത്തിൽ വെള്ളം നിൽക്കുന്നില്ല. വീഴുന്ന വെള്ളം പാത്രത്തിനകത്ത് ഓട്ടയുണ്ടെങ്കിൽ ഓട്ടയിലൂടെ അങ്ങ് ഒഴുകിപ്പോകുന്നത് പോലെ
ദൈവ സാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തിൽ ഒഴുക്കിക്കളയുന്ന സമസ്ത മേഖലകളും, അത് മൊബൈലാണോ, അത് അഡിക്ഷൻ ആണോ, അത് വേറെ എന്തെങ്കിലും ആണോ, ആമേൻ, സ്തോത്രം സ്തോത്രം, ആമേൻ ആമേൻ ആമേൻ, അത്രയും മാത്രം അതിനകത്ത് പറഞ്ഞ് ഞാൻ അങ്ങ് പോവുക. ദൈവഹിതമല്ലാത്ത ബന്ധങ്ങളുണ്ടോ, ആമേൻ ആമേ, ദൈവഹിതമല്ലാത്ത ചാറ്റിംഗ് ഉണ്ടോ, ആമേൻ ആമേ, അങ്ങനെ സാന്നിധ്യത്തെ ഒഴുക്കിക്കളയുന്ന എല്ലാത്തിനോടും ഇന്ന് ഭയവറ. ഫ്രൂട്ട്ഫുൾ ആകും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. കരങ്ങൾ ഉയർത്തി സന്തോഷത്തോടെ കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ജോസേഫ് ഫലപ്രദമായ വൃക്ഷം, നീരുറവിനരികെ ഫലപ്രദമായ വൃക്ഷം എന്ന് എഴുതിയിരിക്കുക. നീരുറവിനരികെ, ഈ നീരുറവ് ദൈവ സാന്നിധ്യം. ഈ സാന്നിധ്യത്തോടൊന്ന് ചേർന്നിരിക്കാൻ ഈ പകൽ എത്ര പേരൊന്ന് ഏൽപ്പിച്ചു കൊടുക്കും? അപ്പാ, അങ്ങയുടെ സാന്നിധ്യത്തെ ഞാൻ ഏറെ കൊതിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യത്തെ എൻ്റെ മേലാഴത്തിൽ പകരണമേ പരിശുദ്ധാത്മാവേ. എന്നോട് ചേർന്ന് ആയിരിക്കുന്ന ഇടങ്ങളിൽ ഉള്ളം തുറന്ന് യേശുപ്പച്ചനോട് പറഞ്ഞപ്പാ, കേവലം ഒരു പ്രസംഗം കേട്ട് പോകാനല്ല, ഇന്ന് എന്നെ അല്പവും കൂടെ അങ്ങയോട് ചേർത്തൊന്ന് ബന്ധിക്കണം. അല്പവും കൂടെ ആ ഇന്റിമസി എനിക്ക് തരണമേ. അല്പവും കൂടെ ആഴത്തിൽ എന്നെ അങ്ങയോട് അടുപ്പിക്കുന്നതാകട്ടെ ഈ മാർച്ച് മാസത്തെ ഉപവാസം. അപ്പൊ അങ്ങയുടെ സാന്നിധ്യത്തെ ഞാൻ കൊതിക്കുന്നു. ചേർന്ന് പറഞ്ഞ്, പരിശുദ്ധാത്മാവെ, നിന്റെ ആത്മാവിനെ ദുഃഖിപ്പിക്കുന്ന, പരിശുദ്ധാത്മാവെ, നിന്റെ സാന്നിധ്യത്തിൽ നിന്നും, എന്നോട് അങ്ങ് ഇടപെടുന്നതിൽ നിന്നും, അല്ലെങ്കിൽ അങ്ങയുടെ കരങ്ങളിൽ എന്നെ ഉപയോഗിക്കുന്നതിന് തടസ്സമായി എന്നിലുള്ള എല്ലാ കുറവുകളും നീ നീക്കണമേ. യേശുപ്പച്ചനോട് പറഞ്ഞു തന്നു. യെസ് ലോർഡ്. പരിശുദ്ധയാത്മാവേ, പരിശുദ്ധയാത്മാവേ, അളവില്ലാതെന്നിൽ നിറയണമേ. പരിശുദ്ധയാത്മാവേ, പരിശുദ്ധയാത്മാവേ, അധികമായി എന്നിൽ നിറയണമേ. അത് മുട്ടോളം പോരായേ, അരയോളം പോരായേ, മുട്ടോളം പോരായേ, അരയോളം പോരായേ, നീന്തിയിട്ടല്ലാതെ കടപ്പാൻ ആവരുതേ, നീന്തിയിട്ടല്ലാതെ കടപ്പാൻ ആവരുതേ. ചെന്ന് പാടി, പരിശുദ്ധാത്മാവേ, പരിശുദ്ധയാത്മാവേ, പരിശുദ്ധയാത്മാവേ, അളവില്ലാതെന്നിൽ നിറയണമേ. പരിശുദ്ധയാത്മാവേ, പരിശുദ്ധയാത്മാവേ, അധികമായി എന്നിൽ നിറയണമേ. അപ്പാ, ആ സാന്നിധ്യം ആഴമായി എന്നിൽ നിറയണമേ. എഗസ്കിയേൽ അവന്റെ കാൽപാദങ്ങളെ നനയ്ക്കുന്ന നദിയെ കണ്ടു. എന്നാൽ ആ നദിയിലേക്ക് താൻ ഇറങ്ങാൻ തയ്യാറായപ്പോൾ, തന്നെ താൻ ആ നദിയിലേക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറായപ്പോൾ, ആ നദി തൻ്റെ പാദം കൊണ്ട് നിന്നില്ല, തൻ്റെ മുട്ടോളമായത്. മുട്ടോളമായ ആ നദി ഇന്ന് നാം ആ സാന്നിധ്യത്തോടൊന്ന് അടുക്കാൻ തയ്യാറാകുന്നതനുസരിച്ച് ഈ നദിയുടെ അളവ് നിന്നിൽ വർദ്ധിക്കും. ഈ നദിയുടെ ആഴം നിന്നിൽ വർദ്ധിക്കും. കേവലം 2 അന്യഭാഷ മാത്രമല്ല ഈ നദി, കേവലം ഒരു വെളിപ്പാട് മാത്രമല്ല ഈ നദി, കേവലം ഒരു പ്രവചനം മാത്രമല്ല ഈ നദി. ഇതിന്റെ ആഴങ്ങളിലേക്ക് നിന്നെ കൂട്ടിക്കൊണ്ടു പോകാനിടയാകും. ഇതിന്റെ ആഴങ്ങളിൽ ഒരു മുങ്ങൽ വിദഗ്ധൻ പ്രത്യേക വസ്ത്രങ്ങൾ ധരിച്ച് ആഴക്കടലിനടിയിലേക്ക് ഇറങ്ങുന്നത് പോലെ ഊളിയിട്ട് ഇറങ്ങി ആഴക്കടലിന്റെ അടിത്തട്ടിൽ കിടക്കുന്ന മുത്തുകൾ പിറക്കുന്നത് പോലെ സാന്നിധ്യത്തിന്റെ അകത്ത് നിന്നും പ്രാപിക്കുന്ന ദൈവശബ്ദങ്ങൾ, ദൈവിക ദൂതുകൾ, വെളിപ്പാടുകൾ, പ്രവചനങ്ങൾ, രോഗശാന്തികൾ, ദുർഭൂതങ്ങളുടെ മേലുള്ള അധികാരങ്ങൾ, ചിലരുടെ മേൽ അത് വ്യാപരിക്കുന്നല്ലോ. ചിലരുടെ മേൽ ആദിയിൽ ജലത്തിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചതുപോലെ ചില ഭവനങ്ങൾക്കകത്ത് ആ ദൈവ സാന്നിധ്യം ചലിക്കുന്നു. ജസീരാജൻ യേശുവിന്റെ നാമത്തിൽ ആ ഡിവൈസുകളുടെ മേലൊക്കെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചലിക്കുകയാണ്. ലാർബന, റബൽ പ്രൗഢ, റാംഷിനിയ, ഹന്തന, റഗൽക്കനഘടക, ആൻസി, അധികാരം, ദരകരഘടക, ചില അധികാരത്തിന്റെ ശുശ്രൂഷകൾ ചിലരുടെ മേൽ പകരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. സൈതക, ജഗാനക, റഗൽക്കനഘടക, വൈശന്തരാദി, ഖേരകട്ടി, അന്തലം, പ്രധാന ഘടക, ശൂടപാനപാര, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. നോക്കിയേ പ്രിയപ്പെട്ടവരെ,
ജോസേഫ് ഫലപ്രദമായ വൃക്ഷം, നീരുറവിനരികെ ഫലപ്രദമായ വൃക്ഷം. അവന്റെ കൊമ്പുകൾ, അടുത്തത് പറയുക, അതിന്റെ കൊമ്പുകൾ, ഹിസ് ബ്രാഞ്ചസ് റൺ ഓവർ ദ ബൗണ്ടറീസ്. അവന്റെ കൊമ്പുകൾ മതിലുകളുടെ മീതെ പടരുന്നു. ഒരു സെക്കൻഡ്. യേശുവിന്റെ നാമത്തിൽ അവന്റെ കൊമ്പുകൾ മതിലുകളുടെ മീതെ പടരുന്നു. നമുക്കറിയാം, ഈ മതിലുകൾ എന്ന് പറയുമ്പോൾ ഈ ഒരു ബൗണ്ടറിയാണ്. അതൊരു ബൗണ്ടറി ഇട്ടിരിക്കുക. ഈ ജോസഫിന്റെ ജീവിതത്തിൽ, ജോസഫിനെ സംബന്ധിച്ച് ബാറ്ററി ഒന്ന് ലോ ആയിപ്പോയി, സോറി പാസ്റ്റർ. ജോസഫിനെ സംബന്ധിച്ച് ജോസഫിന്റെ ജീവിതത്തിൽ ഒരുപാട് ബൗണ്ടറികൾ അവന് പൊങ്ങി വന്നിട്ടുണ്ട്. എൻ്റെയും നിങ്ങളുടെയും ജീവിതം പരിശോധിച്ചാൽ നമുക്ക് ഒരുപാട് മതിലുകൾ, പ്രത്യേകിച്ചും പലരും നമ്മുടെ ചുറ്റും പല മതിലുകൾ ഇടാറുണ്ട്. ഇന്ന വ്യക്തി ഇത്രേ ആകത്തുള്ളൂ. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഈ യേശു തച്ചന്റെ മോനായിരുന്നല്ലോ, അങ്ങനെ ആയിരുന്നല്ലോ യഹൂദന്മാരുടെ ചിന്ത. അപ്പൊ ഈ തച്ചന്റെ മോൻ, അവൻ തച്ചനെ ആകാവുള്ളൂ, അതിന്റെ അപ്പുറത്തോട്ടൊന്നും അവൻ വളരണ്ട. ഇതാണ് ജനത്തിന്റെ ചിന്ത. ഇതാണ് എപ്പോഴും മറ്റുള്ള മനുഷ്യരുടെ ചിന്താഗതി, അങ്ങനെയാണ്. എന്നാൽ ഈ തച്ചന്റെ മോൻ ഇപ്പോൾ അച്ഛനായി പള്ളിയിൽ വന്ന് അവരെ ഉപദേശിക്കാൻ തുടങ്ങി. അപ്പോൾ ആ പ്രശ്നം മാറിയത്, അപ്പോൾ ആ പ്രശ്നം തുടങ്ങിയത്. അപ്പൊ ഈ തച്ചന്റെ മോൻ അച്ഛനൊന്നും ആകണ്ട, തച്ചന്റെ മോൻ എപ്പോഴും തച്ചനായി ഇരുന്നാ മതി, നീ അത്രേ ആകാവൂ, നീ അതിന്റെ അപ്പുറത്തോട്ട് പൊങ്ങരുത്. അവൻ ഇന്നടത്തെ ഇന്നാടെ മോൾ അവൻ അത്രേ വരൂ. അവന്റെ പ്രസംഗം, അവനെയൊക്കെ ഞങ്ങൾക്കറിയാം, അവൻ എത്ര പ്രസംഗം ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അവനൊക്കെ അത്രേ ഉള്ളൂ, അവന്റെ ചർച്ചോ അത്രേ ഉള്ളെന്ന്. അവൻ പല ബൗണ്ടറികൾ പലരും നമുക്ക് ഇട്ടിട്ടുണ്ട്. ഇവിടെ ജോസഫിനെ നോക്കുമ്പോൾ പരിശുദ്ധമായി എഴുതിയിരിക്കുന്ന കണ്ടോ, ജോസഫ് ഫലപ്രദമായ വൃക്ഷം എന്ന് പറഞ്ഞിട്ട് അടുത്തത് പറയുക, അവൻ നീരുറവിനരികെ ഫലപ്രദമായ വൃക്ഷം. എന്നിട്ട് പറയുക, അവന്റെ കൊമ്പുകളെ മതിലുകളുടെ മീതെ പടർന്നെന്ന്. എന്ന് പറഞ്ഞാൽ ആരൊക്കെ അവന് ബൗണ്ടറി ഇട്ടോ, അവൻ എവിടം കൊണ്ട് നീ ഒതുങ്ങുമെന്ന് പറഞ്ഞോ, അവനെ ഒതുക്കാൻ എത്ര മതിലുകൾ പൊങ്ങിയോ, ആ മതിലുകളുടെ എല്ലാം മീതെ അവൻ പടരുവാനിടയായി തീർന്നു. അതിൻ്റെ എല്ലാം മീതെ അവൻ പടരുവാനിടയായി തീർന്നു. ഇന്ന് പകൽ ദൈവസഭയ്ക്ക് ഒരു റൺ ഓവർ ദ ബൗണ്ടറീസ് ഉണ്ടെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ചില ബൗണ്ടറികൾക്കകത്ത് ഇങ്ങനെയാണ്, ഇത്രേ ഉള്ളൂ എന്ന് ശത്രു അങ്ങനെ ഒതുക്കാൻ ശ്രമിക്കുമ്പോൾ ചില ബൗണ്ടറികളെ പൊളിക്കുന്ന വർഷമായിരിക്കും ഈ വർഷം. അത് നിങ്ങളുടെ സംഖ്യക്കകത്ത്, ആലയത്തിനകത്തെ സംഖ്യക്കകത്ത് ആത്മാവിന്റെ നിറവിന്റെ അളവിന് ഒക്കെ വലിയൊരു ഒരു വർധനവ്, ഒരു റൺ ഓവർ ദ ബൗണ്ടറീസ്. വരമ്പുകൾ പൊളിച്ച് പോകുന്ന ഒരു ശുശ്രൂഷ ഈ സഭയോടുള്ള ബന്ധത്തിൽ ഉണ്ടാകുന്നുവെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. നോക്കിയേ, അപ്പൊ ജോസഫ് ഈസ് എ ഫ്രൂട്ട്ഫുൾ ബോ, ഹി ഈസ് എ ഫ്രൂട്ട്ഫുൾ ബോ ബൈ എ വെൽ ആൻഡ് ഹിസ് ബ്രാഞ്ചസ് റൺ ഓവർ ദ ബൗണ്ടറീസ്. അവന്റെ കൊമ്പുകൾ മതിലുകളുടെ മീതെ പൊങ്ങുന്നു. നോക്കിയേ, എന്തൊക്കെ മതിലാ ജോസഫിന്റെ നേരെ പൊങ്ങിയേ. ഒന്ന്, സ്വന്തം സഹോദരന്മാർ അന്വേഷണം, അവരുടെ വിവരം ക്ഷേമം അന്വേഷിക്കാൻ പോയതാ, അപ്പവുമായിട്ട് പോയതാ. അവനെ പിടിച്ച് അവർ കുഴിക്കകത്ത് എറിഞ്ഞു. എടാ, പൊട്ടക്കുഴി എന്നൊരു ബൗണ്ടറി, സ്തോത്രം, ഒരു മതിൽ ജോസഫിനെതിരെ പൊങ്ങി. ഈ കുഴിക്കകത്ത് നീ ഒതുങ്ങും, ഈ കുഴി കൊണ്ട് നീ തീരും, ഇതിൻ്റെ അപ്പുറത്ത് നീ ഒന്നുമില്ല എന്ന് ചിന്തിച്ചപ്പോൾ ഒരു ദൂത് ഞാൻ പറയാം. സാന്നിധ്യത്തിനകത്ത്, സാന്നിധ്യത്തോട് ചേർന്ന് നിൽക്കുന്നവനെ ഒട്ടക്കുഴികൾ കൊതുക്കാൻ പറ്റത്തില്ല. ഈ പകൽ എത്ര പേർക്ക് അതിന് ആമേൻ പറയാൻ പറ്റും? നിന്റെ അച്ചാച്ചന്മാർ കുഴിച്ച കുഴിയാണോ? നിന്റെ സഹോദരങ്ങൾ നിന്നെ വീഴ്ത്തിക്കളഞ്ഞ കുഴിയാണോ? അതിനകത്തൊന്നും കയറാൻ പറ്റത്തില്ലെന്നാണോ ചിന്തിക്കുന്നേ? പരിശുദ്ധാത്മാവ് പറയുന്നു, എടാ, ആരും കുഴിച്ച കുഴിയാകട്ടെ, എത്ര വലിയ കുഴിയാകട്ടെ, നിന്നെ സഹായിപ്പാൻ ആരുമില്ലെന്ന് ചിന്തിച്ചോട്ടെ. ദാവീദ് പറയുന്നു, താണ കുഴിയിലും കുഴഞ്ഞ ചേറ്റിലും ഞാൻ കടന്നു, എന്നാൽ ഞാൻ അവിടെ നിന്ന് നിലവിളിച്ചപ്പോൾ ഒരു കരം എൻ്റെ നേരെ ഇറങ്ങി വന്നു. അവൻ നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും എന്നെ ലിഫ്റ്റ് അപ്പ് ചെയ്തു. അവൻ എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി, എൻ്റെ നാവിൽ ഒരു പുതിയ പാട്ട് തന്നു. പലരും ഇത് കണ്ട് ഭയപ്പെട്ടു
ബലപ്പെട്ട് യഹോവയിൽ ആശ്രയിപ്പാൻ ഇടയാകുമെന്ന് ഇന്ന് പകലും പരിശുദ്ധാത്മാവ് പറയുന്നു. അച്ചാച്ചമാർ കുഴിച്ച കുഴിക്ക് നിന്നെ ഒതുക്കാൻ പറ്റത്തില്ല. ആമേൻ. ജനം നിന്റെ ചുറ്റുമിട്ട ബൗണ്ടറികൾക്ക് നിന്നെ ഒതുക്കാൻ പറ്റത്തില്ല. സാന്നിധ്യത്തോട് ചേർന്നിരിക്കുന്നവനാണോ നീ? ആമേ, പൊട്ടക്കുഴികൾക്കകത്ത് നിന്നെ ഒതുക്കാൻ കഴിയത്തില്ല. പൊട്ടക്കുഴിക്കകത്തും നിനക്ക് സ്വപ്നമുണ്ട്. പൊട്ടക്കുഴിക്കകത്തും ആ സ്വപ്നത്തോട്, ആ സ്വപ്നം തന്ന ദൈവത്തോട്, ആ സാന്നിധ്യത്തോട് ചേർന്നിരുന്നോ, ദൈവം നിന്റെ സ്വപ്നത്തെ നിറവേറ്റും. മനസ്സിലായവർ ദൈവത്തെ സ്തുതിക്കണം. ആമേൻ. സ്വപ്നമുള്ള, ദർശനമുള്ള ചിലരെയൊക്കെ എവിടെയൊക്കെയോ ആരൊക്കെയോ വാക്കുകൊണ്ട് പൊട്ടക്കുഴിക്കകത്ത് ഇട്ടിട്ടുണ്ട്. ആമേൻ. പിന്നെ സാഹചര്യങ്ങൾ കൊണ്ട് തള്ളി ഇട്ടിട്ടുണ്ട്. ആമേൻ. അങ്ങനെയൊക്കെ പൊട്ടക്കുഴിക്കകത്ത് ഇനിയും പുറത്തു വരുത്തില്ല എന്ന് കരുതി ആരെങ്കിലും ഇരിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് ഈ പകൽ പറയുന്നു, സാന്നിധ്യത്തോട് ചേർന്ന് നിൽക്കുന്നവനെ പൊട്ടക്കുഴികൾ കൊതുക്കാൻ കഴിയത്തില്ല. നോക്ക്, ഒന്നാമത്തെ മതില് ജോസഫിനെതിരെ പൊങ്ങിയത്. 2, അടിമത്തം. അടിമയായി അവനെ വിറ്റു. ഒരടിമയ്ക്ക് എന്തോ സ്വപ്നമാച്ചാവുള്ളേ. ഒരടിമയ്ക്ക് എന്തോ സ്വപ്നമോ, ഇവന്റെ സ്വപ്നം വല്ലോ. അടിമയ്ക്ക് സ്വപ്നം കാണാൻ പറ്റും. നമ്മുടെ ഭാഷയിൽ സ്വപ്നം കാണുന്നതിന് കുഴപ്പമില്ല, പക്ഷേ അടിമയ്ക്ക് സ്വപ്നമൊന്നുമില്ല. അടിമ എപ്പോഴും അടിമയാ. അവന്റെ ഇഷ്ടമില്ല, അവന്റെ ഇഷ്ടം ചെയ്യാൻ അവന് പറ്റത്തില്ല. 2ാമത്തെ ബൗണ്ടറി ജോസഫിനെതിരെ പൊങ്ങിയത് അടിമയായി അവനെ വിറ്റു. പൊത്തിഫറിന്റെ വീട്ടിൽ അടിമയായി അടിമവേല ചെയ്തു. അവിടം കൊണ്ട് അവൻ തീരുമെന്ന് എല്ലാവരും ചിന്തിച്ചു. അവിടം കൊണ്ട് അവൻ കഴിഞ്ഞു. ജോസഫ് എന്ന വ്യക്തി, അവന്റെ ചരിത്രം തീർന്നു എന്ന് ചിന്തിച്ചപ്പോൾ, ആമേൻ, സ്തോത്രം, ആമേൻ, അടിമത്തത്തിന്റെ അകത്തും മേലധികാരികളുടെ ഹൃദയത്തോട് നിനക്ക് വേണ്ടി ഇടപെടുന്ന ഒരു ദൈവമുണ്ടെന്ന് പറഞ്ഞാൽ ഈ പകൽ എത്ര പേർ ദൈവത്തെ സ്തുതിക്കും? നിങ്ങൾ ഇന്നായിരിക്കുന്ന പ്രവാസ ദേശത്തിലോ, നിങ്ങൾ ഇന്നായിരിക്കുന്ന ഇടങ്ങളിലോ, നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ബോസിന്റെ ഹൃദയത്തോട് ഇടപെടുന്ന ആ ബോസിന്റെ കൺമുമ്പിൽ നിങ്ങൾക്ക് ഫേവർ ഉണ്ടാകുമാറ്, നിങ്ങൾക്ക് ഗ്രേസ് ഉണ്ടാകുമാറ്, നിന്നേക്കാൾ മുന്നേ വന്നവർ കാണും, നിന്നേക്കാൾ കഴിവുള്ളവർ കാണും. പക്ഷെ അവരുടെ നടുവിൽ നിന്റെ മേലധികാരികൾക്ക് നിന്നോടൊരു അസാധാരണമായ ഫേവർ ഉണ്ടാകത്തക്ക രീതിയിൽ. കാരണം എന്താ? നീ ദൈവ സാന്നിധ്യത്തോട് ചേർന്ന് നിൽക്കുന്നവനാ. സാന്നിധ്യത്തോട് ചേർന്ന് നിൽക്കുന്ന നിന്നെ നിനക്ക് വേണ്ടി ഇടപെടുന്ന ദൈവമുണ്ട്. സദൃശവാക്യങ്ങൾ 21 തോന്നുന്നു. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, രാജാവിന്റെ ഹൃദയം യഹോവയുടെ കയ്യിലിരിക്കുന്ന നീർത്തോടുകൾ പോലെ അത്രേ, തനിക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് അവൻ അതിനെ തിരിക്കുന്നു എന്നാ വചനം എഴുതിയിരിക്കുന്നത്. അപ്പോൾ രാജാവിന്റെ ഹൃദയം യഹോവയുടെ കയ്യിലിരിക്കുക, തനിക്ക് ഇഷ്ടമുള്ളിടത്തോട്ട് ദൈവം ആ രാജാവിന്റെ ഹൃദയത്തെ തിരിക്കുമെന്ന്. ആമേൻ, സ്തോത്രം. അപ്പൊ ഞാനൊരു ദൂത് പറയാം. രാജാവിന്റെ ഹൃദയം യഹോവയുടെ കയ്യിൽ ഇരിക്കുന്നെങ്കിൽ, തനിക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് രാജാവിന്റെ ഹൃദയത്തെ തിരിക്കുന്നെങ്കിൽ, നമ്മുടെ ദൈവം രാജാതി രാജാവാണ്. രാജാവിന്റെ ഹൃദയം രാജാതി രാജാവായവന്റെ കയ്യിലാ. രാജാവിന്റെ ഹൃദയം രാജാതി രാജാവായവൻ നിനക്ക് വേണ്ടി പിരിക്കാൻ ക്ഷണം നേരം മതി. അവൻ ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തി തന്റെ ജനത്തിന്റെ പ്രഭുക്കന്മാരോടുകൂടെ ഇരുപ്പാൻ ക്ഷണമേറെ മതി. ആ ദേശത്തിൽ എന്നോട് ദൈവാത്മാവ് അങ്ങനെ ഇടപെടുന്നു. ദൈവദാസനെ ചില റോയൽ ബന്ധങ്ങൾ പരിശുദ്ധാത്മാവ് കണക്ട് ചെയ്യിക്കുക. ചില ഈ ഉന്നത സ്ഥാനങ്ങളൊക്കെ അലങ്കരിക്കുന്ന വ്യക്തികളുമായിട്ടൊക്കെയുള്ള ചില ബന്ധങ്ങൾ ആഴത്തിൽ പരിശുദ്ധാത്മാവ് കണക്ട് ചെയ്യുന്ന ദൈവപ്രവൃത്തികൾ എന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. അധികാരം, ജഗനം, കടകം, ശൈലം, ധാരം, മനോഹരമായ ഒരു ടൈ. ആ ടൈ വളരെ വിലപിടിപ്പുള്ള ഒരു ഷർട്ടിനോട് ചെന്ന് ഒരു ടൈ അറ്റാച്ച് ആകുന്നത് പോലെ നിങ്ങളുമായി ചിലരെ അറ്റാച്ച് ആക്കും ദൈവം. നിങ്ങളുമായി ചിലരെ ദൈവം കണക്ട് ചെയ്യിക്കും. അത് വലിയ ബന്ധമായി തീരും. അത് വലിയ ചില കാര്യങ്ങളുടെ ആരംഭമായി, ചിലതിൻ്റെയൊക്കെ ആരംഭമായി, അപ്പോൾ തന്നെ ചില വാഗ്ദത്തങ്ങളുടെ ഒക്കെ പൂർത്തീകരണമായി അത് വെളിപ്പെട്ടു വരുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. അപ്പോ 2ാമത്തെ ബൗണ്ടറി പൊങ്ങിയത് അടിമത്തമാണ്. പക്ഷെ അടിമത്തത്തിന്റെ ഘോരത്വങ്ങൾക്ക് ജോസഫിനെ ഒതുക്കാൻ പറ്റിയില്ല. അടിമത്തത്തിന്റെ മതിലും പൊളിച്ചവൻ പുറത്തു വന്നു. അടുത്തത് പൊങ്ങിയ 3ാമത്തെ മതിൽ മ്ലേച്ഛതയുടെ വ്യാപാരമാ. പൊത്തിഫറിന്റെ വീട്ടിൽ യജമാനൻ ബിസിനസ് ടൂറിന് പോയിരിക്കുക. യജമാനനില്ല. പൊത്തിഫറിന്റെ ഭാര്യ അവനെ വിളിച്ചു, ബാ എന്റെ കൂടെ വന്ന് ശയിക്ക്. ദുരാത്മ മേഖലകൾ
അവനെ ഒതുക്കാൻ നോക്കി അവിടെ. ആമേൻ, സ്വോത്രം. ആമേ, എന്നാൽ സാന്നിധ്യത്തോട് ചേർന്ന് നിൽക്കുന്നവൻ അവൻ പറഞ്ഞു, ഞാൻ ഈ പാപം ചെയ്ത് ദൈവത്തെ ദുഃഖിപ്പിക്കുന്നത് എങ്ങനാ? ആമേൻ, ഇന്ന് പകലിലും സാന്നിധ്യത്തോട് ചേർന്ന് നിൽക്കാൻ എത്ര പേരുണ്ട്? അവസരമുണ്ടെങ്കിലും, ആമേ, സാഹചര്യങ്ങൾ അനുകൂലമെങ്കിലും, ആമേ, ദൈവവചനത്തെ മുറുകെ പിടിച്ച് സാന്നിധ്യത്തോട് ചേർന്ന് നിൽക്കുന്ന പൈതലേ, ആമേ, നിന്നെ മറന്നു കളയാൻ എൻ്റെ ദൈവം അനീതിയുള്ളവനല്ല. യേശുവിന്റെ നാമത്തിൽ ജീവിതത്തിൽ വിശുദ്ധി സൂക്ഷിക്കുക. സാന്നിധ്യത്തോട് ചേർന്ന് നിൽക്ക്, സാന്നിധ്യത്തോട് ചേർന്ന് നിൽക്ക്. കർത്താവിനെ ആരാധിക്കുന്ന ഈ കരങ്ങൾക്ക് ആമേ ഒരു വിശുദ്ധി ഉണ്ടാകട്ടെ. കർത്താവിനെ സ്തുതിക്കുന്ന ഈ നാവിന് ഒരു വിശുദ്ധി ഉണ്ടാകട്ടെ. കർത്താവിന്റെ മഹത്വം കാണാൻ കൊതിക്കുന്ന ഈ കണ്ണുകൾക്ക് ഒരു വിശുദ്ധി ഉണ്ടാകട്ടെ. ശമ്പന റകൽക്കന ഘടകരഗതി. സാന്നിധ്യത്തോട് ചേർന്ന് നിൽക്കുന്നവനെ, ആമേ, സാന്നിധ്യത്തോട് ചേർന്ന് നിൽക്കാൻ വേണ്ടി തൻ്റെ ആമേ വസ്ത്രം ആമേ വിട്ടിട്ട് അവൻ ഓടിപ്പോയി. അവിടെ പൊങ്ങി വന്ന മതിലിന് അതിനകത്ത് ഒതുക്കി കളയാമെന്ന് ശത്രു ശ്രമിച്ചു. പക്ഷെ അതിനവനെ ഒതുക്കാൻ പറ്റിയില്ല. ആ മതിലിനെയും പൊളിച്ച് അവൻ ഓടി. എത്ര ഇടത്ത് വല വിരിച്ചു ശത്രു. പക്ഷി കാണുകെ വല വിരിച്ചിട്ട് കാര്യമില്ല. പക്ഷി കാണാതെ ഒരുക്കി എത്ര കുടുക്കുണ്ടായിരുന്നു നിങ്ങൾക്കെതിരെ. നിങ്ങളുടെ വഴിയാത്രകളിൽ എത്ര പ്രാവശ്യം തകർന്നു പോകാമായിരുന്നു. നമ്മുടെ സ്റ്റിയറിങ്ങിന്റെ മിടുക്ക് കൊണ്ടാണോ? ആണോ? പരിശുദ്ധാത്മാവ് അങ്ങനെയൊക്കെ പറയുന്നു. ചില ആക്സിഡന്റ് സ്പിരിറ്റുകളെ ബ്രേക്ക് ചെയ്യുന്നു യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ലേഹാമ സത്തിറിയ റകൽക്കനകടകരകനകടകരഗതിയാല. ആമേൻ, ആമേ. എത്ര കുഴികൾ അവൻ കുഴിച്ചു, എത്ര ട്രാപ്പുകൾ അവൻ ഒഴുക്കി. പക്ഷേ ആമേ, സാന്നിധ്യത്തോട് ചേർന്ന് നീ നിന്നതുകൊണ്ട് ആമേ അതിനകത്തു നിന്നൊക്കെ ദൈവം നിനക്ക് ഓടിപ്പോകാൻ കൃപ തന്നു. വേട്ടക്കാരന്റെ കെണിയിൽ നിന്നും പക്ഷി ഞാനിത് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, ചില തലമുറകളെ, ഇതിനകത്തിരിക്കുന്ന ചില മാതാപിതാക്കളുടെ തലമുറകളെ ആമേൻ 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 ആമേ കുടുക്കാൻ ആമേ ശത്രു ഒരുക്കുന്ന ട്രാപ്പുകൾ. ഒരുപക്ഷെ അവർ നിങ്ങൾ ആമേൻ ഒമാനിലാകാം, നിങ്ങൾ നാട്ടിലാകാം, നിങ്ങളുടെ തലമുറ പഠിക്കുന്നത് മറ്റൊരു സിറ്റിയിലാകാം. ആ സിറ്റിയിൽ ആമേ കുടുക്കിക്കളയാൻ ആമേൻ ആമേ ട്രാപ്പ് ഒരുക്കുന്ന ചില ദുഷ്ടപ്പോരുകൾ. എന്നോട് ദൈവാത്മാവ് ഈ വചനം പറയുന്നു, വേട്ടക്കാരന്റെ കെടിയിൽ നിന്നും പക്ഷി വിടുതൽ പ്രാപിച്ചു വരുന്നത് പോലെ ചില കെട്ടുകൾ പൊട്ടിക്കാൻ പോവാ. ചിലത് ചില ട്രാപ്പുകൾക്കകത്തു നിന്നോ ഊരി വരുന്നത് പോലെ ഈ വചനം പ്രസംഗിക്കുമ്പോൾ ചില മതിലുകളെ ചാടി ചിലവരെ ഒതുക്കിക്കളയാൻ ശത്രു ഇട്ട ചില ട്രാപ്പുകളെ പൊളിച്ച് ചിലർ പുറത്തേക്ക് വരിക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ യോസേഫിനെ ഒതുക്കാൻ ആമേ പൊത്തീഫറിന്റെ ഭവനത്തിൽ മ്ലേച്ഛതയുടെ മതിൽ പൊങ്ങി. പക്ഷെ അവൻ അതിന്റെ മീതെയും റൺ ഓവർ ചെയ്തു. ആമേ, ഞാനിത് ഓരോന്നായി എടുത്തെടുത്ത് ഇത് നിങ്ങളോടാണെന്ന് പറയുന്നില്ലെങ്കിലും നിങ്ങൾ ഇന്നലകളിൽ കടന്നുപോയ സാഹചര്യമാണെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. ആമേ, സ്വന്തം സഹോദരന്മാർ ആമേ തള്ളിയിട്ട കുഴിയില്ലേ, അവിടെ നിന്ന് ആ ബൗണ്ടറിയെ നിങ്ങൾ റൺ ഓവർ ചെയ്തില്ലേ? അടിമയായി എവിടെയോ ഒരു തുച്ഛവേതനത്തിന് ഒരു അടിമയെ പോലെ നീ ആമേ കടന്ന നാളുകളില്ലേ? ആ ബൗണ്ടറിയെ ദൈവം പൊളിച്ചില്ലേ? മൂന്നാമത് ആമേൻ നിനക്കെതിരെ ഒതുക്കിക്കളയാൻ പൊങ്ങി വന്ന മ്ലേച്ഛതയുടെ ബൗണ്ടറികളില്ലേ, അതിനെയും റൺ ഓവർ ചെയ്യാൻ ഇടയായത് സ്വന്തം ശക്തിയല്ല, സാന്നിധ്യത്തോട് ചേർന്ന് നിന്നതാണ്. എത്ര പേർ ദൈവത്തെ സ്തുതിക്കും? എത്ര പേർക്ക് അതിന് നന്ദി പറയാൻ പറ്റും? നാലാമതായി ജോസഫിനെതിരെ പൊങ്ങിയ നാലാമത്തെ ബൗണ്ടറി കാരാഗ്രഹം സമ്മാനിച്ചു. കാരാഗ്രഹത്തിന്റെ അകത്തളങ്ങളിൽ ചങ്ങലകൾ പേറി ശൗര്യം ചെയ്യാത്തവനായി സ്വപ്നം മാത്രം പേറി സ്വപ്നത്തോട് ചേർന്ന് സാന്നിധ്യം പിടിച്ചുകൊണ്ട് സ്വപ്നവും സാന്നിധ്യവും ഇതുമാത്രം മുറുകെ പിടിച്ചുകൊണ്ട് കടന്നവൻ. എല്ലാവരും പറഞ്ഞു, കാരാഗ്രഹം കൊണ്ട് തീർന്നടാ ജോസഫ്. ആ ബൗണ്ടറിക്ക് അവനെ ഇനിയും പുറത്തു വരാൻ കഴിയത്തില്ല. അവൻ പൊട്ടക്കുഴി എന്ന ബൗണ്ടറി ജയിച്ചത് ശരിയാ, അവൻ അടിമത്തം എന്ന ബൗണ്ടറി ജയിച്ചത് ശരിയാ, അവൻ മ്ലേച്ഛതയുടെ ബൗണ്ടറി കയറി വന്നത് ശരിയാ. പക്ഷെ ഈ കാരാഗ്രഹത്തിനകത്തുനിന്ന് ആരവനെ പുറത്തെടുക്കുവടാ? ഇനി ഒരിക്കലും അവനെന്ന വ്യക്തി ഈ ബൗണ്ടറിയെ പൊളിച്ചു പുറത്തു വരുത്തില്ല. പക്ഷെ നോക്ക്, കാരാഗ്രഹത്തിന്റെ അടിത്തറകൾക്ക് ജോസഫിനെ ഒതുക്കി വെക്കാൻ കഴിഞ്ഞില്ല. കാരാഗ്രഹത്തിന്റെ ബൗണ്ടറികൾക്ക് ജോസഫിനെ ഒതുക്കാൻ കഴിഞ്ഞില്ല. കാരാഗ്രഹം പലപ്പോഴും അവനെ നോക്കി പറഞ്ഞു, ജോസഫേ, ഈ 4 ബൗണ്ടറിക്കകത്ത്, ഈ കാരാഗ്രഹത്തിന്റെ ഈ
ഇരുളറയ്ക്കകത്ത്, ഈ 4 ചുമരിനകത്ത് നീ ഒതുങ്ങുമടാ എന്ന് പറയുമ്പോൾ ജോസഫ് പറയും, നോ കാരാഗ്രഹമേ, പ്രിസണേ, നിനക്കെന്നെ ഒതുക്കാൻ കഴിയത്തില്ല. സാന്നിധ്യത്തോട് ചേർന്ന് നിൽക്കുന്ന ഞാൻ ഈ ബൗണ്ടറിയും പൊളിച്ചു പുറത്തു വരും. ഇന്ന് രാത്രിയിലും ആരെങ്കിലും ഏതെങ്കിലും കാരാഗ്രഹത്തിനകത്ത് ആമേനാമെ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അത് രോഗത്തിന്റെ ആകട്ടെ, അത് ശാപത്തിന്റെ ആകട്ടെ, അത് ആമേനാമെ സാമ്പത്തിക ഞെരുക്കമെന്ന ആകട്ടെ, ഏത് കാരാഗ്രഹത്തിനകത്താ ഇനി ഊരി വരാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞ് ഏത് തടവറയ്ക്കകത്താ നിന്നെ ഒതുക്കാൻ നോക്കിയേ പത്രോസിനെ ഒന്നാം കാവലും 2ാം കാവലും 3ാം കാവലും ഒക്കെ അകത്ത് തടവറയിൽ ഒരിക്കലും പുറത്തു വരരുതെന്ന് പറഞ്ഞ് അവനെ കാവൽ ചെയ്യുമ്പോൾ അവനിനി പുറത്തു വരുത്തില്ല എന്ന് ശത്രു വാദിക്കുമ്പോൾ സ്വത്രം പിശാചിന്റെ പദ്ധതികളെ, അവന്റെ ആലോചനകളെ, അവന്റെ തന്ത്രങ്ങളെ, അവന്റെ നിർണയങ്ങളെ എല്ലാം ബ്രേക്ക് ചെയ്തുകൊണ്ട് അവൻ ആ കാരാഗ്രഹം പൊളിച്ചു പുറത്തു വന്നതുപോലെ ചിലരെ രോഗത്തിന്റെ കാരാഗ്രഹത്തിനകത്ത്, ചിലരെ ശാപത്തിന്റെ കാരാഗ്രഹം, ചിലർക്ക് സാമ്പത്തിക ഞെരുക്കമെന്ന കാരാഗ്രഹം, ചിലർക്ക് കുടുംബജീവിതത്തിനകത്തെ അസ്വസ്ഥത എന്ന കാരാഗ്രഹം, ചിലർക്ക് അങ്ങനെയുള്ള ചില കാരാഗ്രഹത്തിനകത്തുനിന്ന് ചിലർ പുറത്തു വരുക ഈ പകൽ യേശുവിൻ്റെ നാമത്തിൽ. ഈ വചനം ശുശ്രൂഷിക്കുമ്പോൾ തന്നെ അറയിൽ വെളിച്ചം വന്നു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ചില ഭവനത്തിനകത്ത് വെളിച്ചം വരിക. എന്നോട് കർത്താവ് പറയുന്നു, ചില 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 വേരുകൾ മുറിയുന്ന ഒരു വെളിപ്പാട് ദൈവാത്മാവിനെ കാണിക്കുന്നു. ഞാനത് വചനം പറയുമ്പോൾ ചില 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 റൂട്ട് വേരുകൾ പോലെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ചിലരെ ചില കാരാഗ്രഹം എന്ന് പറയുമ്പോൾ രണ്ടാമത് ദൈവാത്മാവ് ഇങ്ങനെ പറയുന്നു, വാർഡല്ല വാർഡല്ല സ്വത്രം ഒരു പ്രത്യേക HDU യൂണിറ്റ് അല്ല, അതിൻ്റെ അപ്പുറത്ത് ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് എന്ന് പറയുന്ന ഏതോ കാരാഗ്രഹത്തിനകത്ത് അകത്തളങ്ങളിൽ ഇതിനെ ഒതുക്കാൻ ശത്രു ശ്രമിക്കുമ്പോൾ ഇന്ന് ചില ഡോറുകൾ പൊളിച്ച് ചിലർ പുറത്തു വരും. ചില കാരാഗ്രഹങ്ങൾക്ക് നിന്നെ ഒതുക്കാൻ പറ്റത്തില്ല. ചില രോഗത്തിന്റെ പേരുകൾ ഇട്ട ഡയഗ്നോസിസുകൾ, ആ റിപ്പോർട്ടുകൾക്ക് നിന്നെ ഒതുക്കാൻ പറ്റത്തില്ല. സാന്നിധ്യത്തോട് ചേർന്ന് നിൽക്കുന്ന നീ നിനക്ക് വിരോധമായി എഴുതിയ രേഖ, നിനക്ക് വിരോധമായി എഴുതിയ അജണ്ട, നിനക്ക് വിരോധമായി എഴുതിയ കയ്യെഴുത്തുകൾ, അതിനെ പൊളിച്ച് പുറത്തു വരിക യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. കർത്താവേ, അങ്ങനെ ചിലർ ശരീരത്തിൽ ആ രോഗബന്ധനങ്ങൾ അഴിഞ്ഞ്, ആ ശരീരത്തിൽ ആ രോഗത്തിന്റെ വേരുകൾ മുറിഞ്ഞ് ഇന്ന് മുതൽ അവർക്കതിൻ്റെ പ്രോഗ്നോസിസ് കണ്ടു തുടങ്ങട്ടെ, അതിൻ്റെ ആ വിടുതലുകൾ കണ്ടു തുടങ്ങട്ടെ, അടയാളങ്ങൾ കണ്ടു തുടങ്ങട്ടെ. ചില അകത്തളങ്ങളിൽ കാരാഗ്രഹങ്ങൾക്കകത്തൊതുക്കും, പുറത്തേക്ക് വരുത്തില്ല എന്ന് ശത്രു വാദിച്ചത് അതെല്ലാം ക്ലിയർ ആകട്ടെ കർത്താവേ. ഇന്ന് പകൽ അങ്ങനെയുള്ള കാരാഗ്രഹത്തിന്റെ ബൗണ്ടറികളെ പൊളിച്ച് ദൈവാത്മാവ് ഇങ്ങനെ ഇടപെടുന്നു. യഹോവയുടെ കരം ഉയർന്നിരിക്കുന്നു, യഹോവയുടെ കരം വീര്യം പ്രവർത്തിക്കുന്നു. ഞാൻ മരിക്കുകയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. നീ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കുമാറ് ചില കാരാഗ്രഹങ്ങളെ, ചില അകത്തളങ്ങളെ പൊളിച്ച് കർത്താവ് പുറത്തോട്ടെടുക്കുക. അപ്പൊ ജോസേഫ് ഫലപ്രദമായ ഒരു വൃക്ഷം, നീരുറവിനരികെ ഫലപ്രദമായ വൃക്ഷം തന്നെ. അവന്റെ കൊമ്പുകൾ മതിലുകളുടെ മീതെ പടരുന്നു. നോക്കിയേ, ജോസഫിനെതിരെ പൊങ്ങിയ എത്ര മതിലുകൾ, ആ മതിലുകളുടെ മീതെ പടരാൻ ദൈവം ജോസഫിനെ സഹായിച്ചു. അടുത്ത വാക്യം, അതേ അധ്യായത്തിന്റെ അടുത്ത വാക്യം 23, വില്ലാളികൾ അവനെ വിഷമിപ്പിച്ചു, അവർ എയ്തു, അവനോട് പൊരുതി, എന്നാൽ അവന്റെ വില്ല് ഉറപ്പോടെ നിന്നു. അവന്റെ ഭുജം യാക്കോബിൻ വല്ലഭന്റെ കൈയാൽ ബലപ്പെട്ടു, ഇസ്രായേലിന്റെ പാറയായ ഇടയന്റെ നാമത്താൽ തന്നെ. ദൈവാത്മാവ് പറയുന്നു, പലരും പൊരുതും, തുരത്താൻ നോക്കും, എതിരെ സംസാരിക്കും, ആരോപണം പോലെ പറയും. പക്ഷെ അതിന്റെ നടുവിലും നീ ഉറച്ചു നിൽക്കും. സാന്നിധ്യത്തോട് ചേർന്ന് നിൽക്കുന്ന നിന്നെ പിഴുതെറിയാൻ ഇടവരത്തില്ല. നീ ആഴത്തിൽ വേരൂന്നി മുകളിൽ തഴയ്ക്കുന്ന ഒരു വൃക്ഷമായി ദൈവാത്മാവ് വളർത്തും. ഈ 2025
ഈ സഭയെ, ആമേൻ, ആമേ ആ ദേശത്ത്, ആമേ നിങ്ങളെ ഈ രീതിയിൽ വളർത്തും. നിങ്ങൾക്കെതിരെ പൊങ്ങിയ ആമേ കുഴികൾ, നിങ്ങൾക്കെതിരെ പൊങ്ങിയ അടിമത്തങ്ങൾ, നിങ്ങൾക്കെതിരെ പൊങ്ങിയ അപവാദങ്ങൾ, ഏതോ ദുഷ്ടതയുടെ തന്ത്രങ്ങൾ, ആമേ പദ്ധതികൾ, ആമേൻ, ആമേ നിങ്ങൾക്ക് ആമേ എതിരെ പൊങ്ങിയ കാരാഗ്രഹങ്ങൾ, അടിത്തറകൾ, അതിനെയൊക്കെ പൊളിച്ച് മതിലുകളുടെ മീതെ പടരുന്ന ഒരു നാളായി, ഒരു വർഷങ്ങളായി പരിശുദ്ധാത്മാവ് ഈ നാളുകളെ തീർക്കുമെന്ന് ദൈവാത്മാവ് ഇടപെടുകയാണ്. ശ്രദ്ധിച്ചേ, എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഒരു സാക്ഷ്യം വേഗത്തിൽ സമയം മുമ്പോട്ട് പോയി ഒന്ന് തൊട്ട് ഞാനങ്ങ് പറയാം. ഞാനൊരു ഓർത്തഡോക്സ് പാരമ്പര്യ പശ്ചാത്തലത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട് മധുബയിൽ ധൂപക്കുറ്റിയൊക്കെ വീശി അങ്ങനെ എൻ്റെ പാരമ്പര്യ വിശ്വാസത്തിൽ എരിവുള്ളവനായി നടന്ന ഞാൻ 2004 നേഴ്സിംഗ് പഠിക്കാൻ ബാംഗ്ലൂരിൽ വന്നതാണ്. ഞാനൊരു BSc നേഴ്സും കൂടാ. എൻ്റെ നേഴ്സിംഗിൻ്റെ അവസാന വർഷം കർത്താവിനെ അറിയാൻ, കൂടുതൽ വചനം ഗ്രഹിപ്പാനിടയായി. അങ്ങനെ സ്നാനപ്പെട്ട ഞാൻ എൻ്റെ പഠിത്തമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വീട്ടിലെത്തി. പഴയതുപോലെ കുപ്പായം ഇടുന്നില്ല, കൗമങ്ങൾ ചൊല്ലുന്നില്ല, മധുബയിൽ കയറുന്നില്ല. എൻ്റെ വീട്ടുകാർക്ക് സംശയമായി. അങ്ങനെ ഞാൻ സ്നാനപ്പെട്ടെന്ന് അറിയുകയും എൻ്റെ മാതാവ് നെഞ്ചത്തൊരു ഇടിയിടിച്ച് ഹോളിലോട്ടൊരു വീഴ്ചയാണ്. അയ്യോ, എൻ്റെ മോൻ നശിച്ചു പോയി. ആമെ പറഞ്ഞ് അപ്പുറം എന്നെ പഠിപ്പിച്ച സർട്ടിഫിക്കറ്റ്, വാച്ച്, മൊബൈൽ, സിം കാർഡ് എല്ലാം തിരിച്ചു മേടിച്ചു, എല്ലാം ഊരിയെടുത്തു. 10 മാസം എന്നെ ഒരു റൂമിനകത്ത് അടച്ചിട്ടു. എനിക്ക് ഒരു സഹോദരനെയോ പാസ്റ്ററിനെയോ ആരെയും വിളിക്കാൻ പറ്റത്തില്ല, ആരുമായിട്ടൊരു കോണ്ടാക്റ്റ് ഇല്ല. ആ വീട്, മുറ്റം, റൂം, ഇതുമായി 10 മാസം. സ്നാനപ്പെട്ട് വന്ന ആദ്യ സമയം ഒരു പാസ്റ്ററുമില്ല, ഒരു സഹോദരനുമില്ല, ആരുമില്ലാത്ത, ഒരു വിഷമം പറയാനോ ഭാരം പറയാനോ പറ്റത്തില്ല. എൻ്റെ വീട്ടുകാരോട് കൂടെ ഇരുന്ന് ഡൈനിങ് ടേബിളിൽ ഫുഡ് കഴിക്കാൻ എനിക്ക് യോഗ്യതയില്ല. അതിനുള്ള യോഗ്യത ഞാൻ നശിപ്പിച്ചു എന്ന് പറഞ്ഞ് വീടിൻ്റെ അടുക്കളയുടെ മൂലയിൽ അരിയിടുന്ന ഒരു പെട്ടിയുണ്ട്. ആ പെട്ടിയുടെ പുറത്ത് ചോറ് വിളമ്പി തരും. അവിടെ ഇരുന്ന് വേണം ഞാൻ കഴിക്കാൻ. പ്രിയപ്പെട്ട നാളുകൾ മുമ്പോട്ട് പോയി. ആമെ ചുരുക്കി പറഞ്ഞാൽ ഒരുപാട് പ്രതികൂലങ്ങളുണ്ട്. എൻ്റെ വീട്ടിൽ ഞാൻ ഏറ്റവും ഇളയത്, എൻ്റെ മൂത്തത് ചേച്ചി, അതിൻ്റെ മൂത്തത് ചേട്ടൻ, അച്ചാച്ചൻ, അവരുടെയൊക്കെ വിവാഹം കഴിഞ്ഞു. ആമേൻ. അവരൊക്കെ വിവാഹം കഴിച്ച ഇടത്ത് അവർക്കെല്ലാം ഷെയിമായി പോയി ഞാൻ പെന്തക്കോസിലായത്. എന്നെ ഒരു കസേരയിട്ട് രാവിലെ ഇരുത്തിയാൽ ആദ്യം ചേട്ടൻ കെട്ടിടത്തുനിന്ന് ആൾക്കാർ കുറച്ച് പേര് വരും. അവരുടെ ഒരു സെക്ഷനുണ്ട്. അവരുടെ സെക്ഷൻ കഴിഞ്ഞാൽ പിന്നെ ചേച്ചി കെട്ടിടത്തുനിന്ന് അടുത്ത ആൾക്കാർ. അവരുടെ സെക്ഷൻ കഴിഞ്ഞാൽ എൻ്റെ അമ്മാച്ചന്മാരുണ്ട്. അവർ പട്ടാളക്കാരാണ്. അവരൊരു അല്പം ബലമൊക്കെ പ്രാപിച്ച് അവർ വരും. അവരുടെ സെക്ഷൻ കഴിഞ്ഞാൽ പിന്നെ അച്ഛനും ചെമ്മാച്ചനും. ഇങ്ങനെ നാളുകൾ മുമ്പോട്ട് പോയി. ഒരുപാട് മാനസിക പീഡകൾ, ശാരീരികമായ വേദനകൾ, പീഡകൾ, ഒരുപാട് ബുദ്ധിമുട്ടിലൂടെ കടന്നുപോയി. ചുരുക്കി പറയട്ടെ, സ്തോത്രം. അവസാനം ഈ വിശ്വാസത്തിൽ നിലനിൽക്കണമെങ്കിൽ നീ മടങ്ങി വരണമെന്ന് പറഞ്ഞു. ഇല്ല എങ്കിൽ നിന്റെ മറുപടി പറ, അതിനനുസരിച്ച് ഞങ്ങൾ തീരുമാനമെടുക്കാമെന്ന് പറഞ്ഞു. അന്ന് രാത്രിയിൽ ഒരു ദൈവിക ഇടപെടൽ എനിക്കുണ്ടായി. അന്ന് രാത്രി ഒരുപാട് കരഞ്ഞ് ഞാനിങ്ങനെ മയങ്ങുമ്പോൾ, എവിടെ നിന്ന് ആരെങ്കിലും വായിച്ചതാണോ അതോ ഞാൻ തന്നെ വായിച്ചതാണോ അതോ ആരെങ്കിലും പ്രസംഗിച്ച് ഞാൻ കേട്ടതാണോ എന്ന് അറിയത്തില്ല. സങ്കീർത്തനങ്ങൾ 15-ാം സങ്കീർത്തനത്തിലെ ഒരു വാക്യം എൻ്റെ ഉള്ളത്തിലോട്ട് കർത്താവ് തന്നു. അത് ഈ വാക്യമാണ്: സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവൻ. ഈ ശബ്ദം ആദ്യം എൻ്റെ ഉള്ളത്തിലോട്ട് തന്നു. ഞാൻ അപ്പോഴും കടന്നുറങ്ങുകയാണ്, മയക്കത്തിലാണ്. രണ്ടാമത് ഈ ശബ്ദം വീണ്ടും: സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവൻ. അപ്പോൾ ഞാൻ എഴുന്നേറ്റു. ഞാൻ പറഞ്ഞു, കർത്താവേ, മോനേശ സ്നാനപ്പെട്ടത് കടം മാറാനും രോഗം മാറാനും ഒന്നുമല്ല. ഈ വചനം സത്യമെന്ന് അറിഞ്ഞിട്ട് സ്നാനപ്പെട്ടത്. ഇനി ഛേദം വന്നാലും മാറത്തില്ലെന്ന് പറഞ്ഞു. ഞാനിത് എൻ്റെ നാവ് കൊണ്ട് പറയുകയും വലിയൊരു ദൈവ സാന്നിധ്യം എൻ്റെ മേലേക്ക് ഇറങ്ങുവാൻ ഇടയായി. ഒരു പുതപ്പ് കൊണ്ട് ഒരാൾ പുതയ്ക്കുന്നത് പോലെ എൻ്റെ റൂമിനകത്ത് എന്നെ പൊതിഞ്ഞിരിക്കുന്ന ഒരു സാന്നിധ്യം അനുഭവിപ്പാനിടയായി. പ്രിയപ്പെട്ടവരെ, നേരം വെളുത്തു. ഈ സാന്നിധ്യം ഞാൻ അനുഭവിച്ചതിന് ശേഷം എൻ്റെ ഉള്ളത്തിലെ ഭാരം പോയി, ഒരു ധൈര്യം എൻ്റെ അകത്ത് വന്നു. നേരം വെളുത്തു. എൻ്റെ വീട്ടുകാരെല്ലാം കൂടി ഇരിക്കുക. അവർ ചോദിച്ചു, എന്താ മോനേഷിൻ്റെ ഫൈനൽ മറുപടി? ഞാൻ പറഞ്ഞു, ഞാൻ സത്യമാണ് ചെയ്തേ, ഇനി ഛേദം വന്നാലും മാറത്തില്ലെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം നീ സത്യം ചെയ്ത് ഞങ്ങളെല്ലാം അസത്യത്തിലല്ലേ എന്ന് ചോദിച്ച് എന്നെ അടിച്ചു. ഞാൻ താഴെ വീണു. അവിടെ ഒരു ബോൾ തട്ടുന്നത് പോലെ എന്നെ ഇട്ട് തട്ടി. അതായത് താഴെ വീണതിന് ശേഷം എന്നിട്ടൊരു പേപ്പർ എടുത്തു. വീട്ടിലുള്ള യാതൊന്നിനും അവകാശവും ഓഹരിയില്ല. സ്വന്തം ഇഷ്ടപ്രകാരം അപ്പനെ അമ്മയെ ഉപേക്ഷിച്ച് വീട് വിട്ടു പോവാണെന്ന് എഴുതാൻ പറഞ്ഞു. അങ്ങനെ എന്നെ കൊണ്ട് എഴുതിപ്പിച്ചു. 2 ഉടുപ്പും 1 പാൻറ്റും ഈ ബൈബിളുമായി 2007 ഞാൻ വീട് വിട്ടിറങ്ങിയതാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എത്ര മതിലുകൾ പൊങ്ങി, എത്ര പൊട്ടക്കുഴികൾ വന്നു, എത്ര അടിമത്തങ്ങൾ പൊങ്ങി, എത്ര ട്രാപ്പുകൾ വന്നു, എത്ര കാരാഗ്രഹങ്ങൾ പൊങ്ങി. ഇന്നും നിങ്ങളുടെ മുമ്പിൽ ഈ വചനവും പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ
ഞാൻ ഒരു കാര്യം പറയാം, ജോസഫ് ഈസ് എ ഫ്രൂട്ട്ഫുൾ ബോ. ആമേൻ, ആമേൻ. ജോസഫ് ഫലപ്രദമായ ഒരു വൃക്ഷം, നീരുറവിലരികെ. വേറെ ഒന്നുമല്ല, ഡിഗ്രിയല്ല, കഴിവുകളല്ല, മിടുക്കുകളല്ല. ഇന്ന് എൻ്റെ വീട്ടിൽ ഞാനൊരു അത്ഭുതമാണ്. ഇന്ന് എൻ്റെ കൂട്ടുകാർക്ക് ഞാനൊരു അത്ഭുതമാണ്. ഇന്ന് ആമേൻ, ആമേൻ, ദൈവത്തിൻ്റെ കൃപയാൽ രാജ്യങ്ങൾ മാറി മാറി ശുശ്രൂഷിക്കുമ്പോൾ ആമേൻ, ഒരു കാര്യം പറയാം, മതിലുകൾ എത്ര പൊങ്ങി, പക്ഷെ സാന്നിധ്യം, സാന്നിധ്യം. ആമേൻ, ആമേൻ. ജോസഫ് ഫലപ്രദമായ ഒരു വൃക്ഷമാകാനുള്ള കാരണം അവൻ നീരുറവിനരികെ നട്ടിരിക്കുന്നതാണ്. 2, അവന്റെ കൊമ്പുകൾ മതിലുകളുടെ മീതെ പടർന്നു. എല്ലാവരും പറഞ്ഞു, മോനേഷ് ഇത്രയേ ഉള്ളൂ, ഇത്ര മാസം, ഇത്ര നാൾ, അതിനുള്ളിൽ നീ മടങ്ങി വന്ന് ആമേൻ ഞങ്ങളുടെ അതേ നിലവാരത്തിൽ ആമേൻ സ്തോത്രം എന്ന് പറഞ്ഞിടത്ത് മതിലുകളെ പൊളിച്ച് ഇന്നും ദൈവത്തിന്റെ കൃപയാൽ ആമേൻ സ്തോത്രം ഈ ബാംഗ്ലൂർ, കർണാടകയിൽ ആമേ ഒരു ദൈവസഭ ആമേ ശുശ്രൂഷകളായി നിൽപ്പാൻ ദൈവം കൃപ ചെയ്തു. എത്ര മതിലുകൾ, എത്ര മതിലുകൾ, മതിലുകളുടെ മീതെ പടരുന്ന ഒരു അഭിഷേകം. ഇന്ന് പകൽ ആമേ കണ്ണുകൾ അടച്ചാട്ടെ, എനിക്ക് തന്ന സമയം കഴിഞ്ഞല്ലോ. ഞാൻ ആമേ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ജോസഫ് ഫലപ്രദമായ ഒരു വൃക്ഷം, ആമേ നീരുറവിനരികെ ഫലപ്രദമായ വൃക്ഷം. അവന്റെ കൊമ്പുകൾ മതിലുകളുടെ മീതെ പടരുന്നു. അതെ, എന്നെയും നിങ്ങളെ മതിലുകളുടെ മീതെ പടരുമാറാക്കുന്ന ഒരു ദൈവം, നമ്മളെ ഫ്രൂട്ട്ഫുൾ ആക്കുന്ന ദൈവം. നാം ചെയ്യേണ്ടത് എന്താണ്? സാന്നിധ്യത്തോട് ചേർന്ന് നിൽക്കുക. ഈ ദിവസങ്ങളപ്പാ നിന്റെ സാന്നിധ്യത്തോട് ആമെ ചേർന്നിരിപ്പാൻ എന്നെ സഹായിക്കണേ. എന്നെ ആമെ അതിനായി ഒരുക്കണമേ. എനിക്ക് കൊതിയുണ്ടപ്പാ, നിന്റെ സാന്നിധ്യത്തോട് എനിക്ക് കൊതിയാണപ്പാ. ആ സാന്നിധ്യത്തെ വിട്ടുപിരിയാൻ ഇടയാകരുതേ അപ്പാ. ആമെ സാന്നിധ്യത്തോട് ചേർന്ന് മുന്നേറാൻ കൃപ തരണേ എന്ന് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, നിന്റെ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു, ഈ സഭയെ അനുഗ്രഹിക്കുന്നു, അങ്ങനെ അഭിഷക്തനെ അനുഗ്രഹിക്കുന്നു. ഇന്ന് അങ്ങ് ആമെ പറഞ്ഞ വചനം പോലെ ഇവർ ഫലപ്രദമായ വൃക്ഷമായി തീരട്ടെ, ഇവർ മതിലുകളുടെ മീതെ പടരട്ടെ. കർത്താവ് അത് ചെയ്യുകയാൽ നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ചോദിക്കുന്നു, കൃപ തോന്നി കേൾക്കണം പിതാവേ, ആമേൻ. താങ്ക് യു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എന്നെ മീറ്റിംഗിനായി ക്ഷണിച്ച കർത്താവിന്റെ ദാസനോടും സഭയോടുമുള്ള വന്ദനവും അറിയിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും ഓർക്കണമേ. താങ്ക് യു.